നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് അച്ചൻകോവിൽ ശാസ്താവും പരിവാരമൂർത്തികളും. അച്ചൻകോവിൽ ക്ഷേത്രം തിരുവിതാംകൂർ സംസ്ഥാനത്ത് കൊല്ലം ഡിവിഷനിലുള്ള പ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ ഒട്ടും അപ്രധാനമല്ലാത്തതും ഏറ്റവും പുരാതനമായിട്ടുള്ളതുമാണ്. നാലമ്പലവും ബലിക്കൽപ്പുരയും ചുറ്റുമതിലും 4 ഗോപുരങ്ങളും മതിൽക്കു പുറമെ ചുറ്റും തേർവീതിയുള്ള ഈ മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന മൂർത്തി ശാസ്താവാണ്. ഈ ദേശം പണ്ട് ഭരിച്ചിരുന്നത് പന്തളത്ത് രാജാക്കന്മാരായിരുന്നതിനാൽ അവർ ഈ ശാസ്താവിനെ തങ്ങളുടെ കുലപരദേവതയായിട്ടാണ് ആചരിച്ചു വന്നിരുന്നത്. ഇപ്പോഴും അവർ അങ്ങനെ തന്നെ വിചാരിച്ചു പോരുന്നുണ്ട്. അച്ചൻകോവിൽ ശാസ്താവിൻ്റെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ അച്ചൻകോവിൽ മലയുടെ കിഴക്കുവടക്കേ കോണിലുള്ള താഴ്വരയിലാണ്. ഇവിടെ മതിൽക്കകത്ത് തെക്കുഭാഗത്തായി ഒരു ഭഗവതിയും തേർവീതിക്ക് പുറത്ത് പടിഞ്ഞാട്ടുള്ള നാട്ടുവഴിക്ക് തെക്കുവശത്തായി 6-7 കോൽ പൊക്കത്തിലുള്ള ഒരമ്മൻ കോവിലിൽ വേറെ 2 ദേവിമാരും മതിൽക്ക് പുറത്ത് കിഴക്കേ നടയിൽ തെക്കോട്ടു മാറി ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ ഒരു ചെറിയ വിഗ്രഹവും ശാസ്താവിൻ്റെ അമ്പലത്തിൽ നിന്ന് ഏകദേശം 1/4 നാഴിക ദൂരെ കിഴക്കായി കിഴക്കേ ഗോപുരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ കാണാവുന്ന ഒരു സ്ഥലത്ത് ഒരു കോവിലിൽ കറുപ്പസ്വാമി എന്നും അതിൻ്റെ ഇടതുവശത്ത് കറുപ്പായിയമ്മ എന്നും 2 മൂർത്തികൾ പടിഞ്ഞാട്ട് ദർശനമായും കറുപ്പസ്വാമി കോവിലിന് തെക്കുവശത്ത് ചേപ്പാറമുണ്ടൻ എന്നൊരു മൂർത്തിയും ആ മൂർത്തിയുടെ തെക്കുവശത്ത് സ്വൽപ്പം പടിഞ്ഞാട്ടു മാറി വടക്കോട്ട് ദർശനമായി ചേപ്പാണിമാടൻ, കാളമാടൻ എന്നിങ്ങനെ 2 മൂർത്തികളും ഇവയ്ക്കും പടിഞ്ഞാറ് ഒരാൾ ചുവട്ടിൽ കൊച്ചിട്ടാണൻ, അതായത് കൊച്ചിട്ടി നാരായണൻ എന്ന പേരായ ഒരു അറുകുലയും ആ ആലിൻ്റെ ചുവട്ടിൽ നിന്ന് വടക്കോട്ടു മാറി കറുപ്പസ്വാമി കോവിലിനു നേരെ കിഴക്കോട്ട് ദർശനമായി ശിങ്കിലി ഭൂതത്താൻ എന്നൊരു ഭൂതവും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം ശാസ്താവിൻ്റെ പരിവാരങ്ങളാണ്. ഇവയിൽ പ്രധാന മൂർത്തി കറുപ്പസ്വാമി തന്നെ. കറുപ്പായിയമ്മ കറുപ്പസ്വാമിയുടെ ഭാര്യയാണ്. പടിഞ്ഞാട്ടുള്ള വഴിയുടെ തെക്കുഭാഗത്ത് ഒരമ്മൻ കോവിലും അതിൽ 2 ദേവിമാരെ പ്രതിഷ്ഠിച്ചിട്ടുമുണ്ടെന്ന് മുമ്പ് പറഞ്ഞുല്ലോ. അവിടെ ഒരു ദേവീ വിഗ്രഹത്തിൻ്റെ അടുക്കൽ ഒരു ശൂലം നാട്ടി അതിന്മേൽ ഏതാനും ചിലമ്പുകളും മറ്റേതിൻ്റെ അടുക്കൽ ഒട്ടുവളരെ കുപ്പിവളകളും ഇട്ടിരിക്കുന്നതായി കാണുന്നുണ്ട്. ഇതിൻ്റെ ആഗമവും സങ്കല്പവും കാരണവുമൊന്നും അറിഞ്ഞൂടാ. ചേപ്പാണിമാടൻ, കാളമാടൻ എന്നീ മൂർത്തികളിൽ കാളമാടൻ്റെ കഴുത്തിന് മേൽപോട്ട് കാളയെപ്പോലെയും ശേഷം ഭാഗം മനുഷ്യനെപ്പോലെയുമാണിരിക്കുന്നത്. ശിങ്കിലിഭൂതത്താൻ്റെ പാദത്തിൽ 2-3 ചെങ്ങലകൾ കിടക്കുന്നതായി കാണുന്നുണ്ട്. ആ ഭൂതത്താൻ പോയി ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കാനായി അയ്യപ്പസ്വാമി ആ ഭൂതത്തിൻ്റെ കാലിൽ ചെങ്ങലയിട്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം. ആ ഭൂതത്തിന് പ്രതിദിനമുള്ള പൂജ നടത്തുന്നത് ബ്രാഹ്മണരാണ്. കറുപ്പസ്വാമി മുതലായി ശേഷമുള്ള പരിവാരമൂർത്തികൾക്കെല്ലാം താഴത്തേതിൽ വീട്ടുകാർ എന്ന് പറയപ്പെടുന്ന ഒരു വക പാണ്ടിപ്പിള്ളമാരാണ് ശാന്തി നടത്തി വരുന്നത്. ഈ വീട്ടുകാരെ കറുപ്പൻ പൂശാരികൾ എന്നും പറയാറുണ്ട്. ഇനി കൊച്ചിട്ടാണനെക്കുറിച്ച് സ്വല്പം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. പണ്ട് കറുപ്പസ്വാമിക്ക് മദ്യവും മാംസവും കൂടി നിവേദിക്കാറുണ്ടായിരുന്നു. നിവേദ്യത്തിനുള്ള മാംസം അന്നന്ന് കൊല്ലപ്പെട്ട കാട്ടുമൃഗങ്ങളുടേതായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു.
നിവേദ്യത്തിനുള്ള മദ്യവും മാംസവും കറുപ്പസ്വാമി കോവിലിലെ ആവശ്യത്തിന് വേണ്ടുന്ന വിറകും തീയും പതിവായി കൊണ്ടുചെന്നു കൊടുക്കുന്നതിന് ഒരു വീട്ടുകാരെ പ്രത്യേകം ചുമതലപ്പെടുത്തുകയും അതിലേക്ക് അവർക്ക് ചില അനുഭവങ്ങൾ കൊടുത്തു വരികയും ചെയ്തിരുന്നു. ആ വീട്ടിൽ ഒരു കാലത്ത് കൊച്ചിട്ടാണൻ എന്നൊരാളുണ്ടായിരുന്നു. അയാളാണ് കറുപ്പസ്വാമി കോവിലിൽ അക്കാലത്ത് മദ്യവും മാംസവും തീയും വിറകും പതിവായി ശേഖരിച്ചു കൊടുത്തിരുന്നത്. ഒരു ദിവസം അതിരാവിലെ കൊച്ചിട്ടാണൻ മാംസം തേടി കാട്ടിൽ ചെന്നപ്പോൾ അയാളെ ഒരു കടമാൻ പോത്ത് വെട്ടിക്കൊന്നു. അന്ന് പൂജയ്ക്കുള്ള സമയമായിട്ടും കൊച്ചിട്ടാണൻ മടങ്ങി വരാത്തത് കണ്ടപ്പോൾ അയാളുടെ വീട്ടിലുണ്ടായിരുന്നവർ വ്യസനാകുലരായി തീർന്നു. നിവേദ്യത്തിനുള്ള സാധനങ്ങൾ സമയത്ത് കിട്ടാതെ വന്നപ്പോൾ പൂശാരി കോപിച്ച് വിറച്ചു തുടങ്ങി. ആ സമയം അയാളിൽ കറുപ്പസ്വാമിയുടെ ആവേശമുണ്ടായിരുന്നു. അയാൾ വിറച്ച് വിറച്ച് തുള്ളിത്തുടങ്ങി. തുള്ളിത്തുള്ളി അയാൾ കാട്ടിലേക്ക് ഓടിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ ഏറ്റവും വലിയതായ ഒരു കടമാൻ പോത്തിനെ കൊമ്പിൽ പിടിച്ച് വലിച്ചിഴച്ച് കിഴക്കേ ഗോപുരത്തങ്കൽ കൊണ്ടുവരികയും അവിടെ നിന്ന് അത്യുച്ചത്തിൽ ഒന്ന് അട്ടഹസിക്കുകയും ചെയ്തു. അട്ടഹാസം കേട്ട് അവിടെ അസംഖ്യം ജനങ്ങൾ വന്നുകൂടി. അപ്പോ കറുപ്പസ്വാമി, അതായത് ആ തുള്ളി നിന്ന പൂശാരി കൽപ്പിക്കുകയാലാണ് കൊച്ചിട്ടാണൻ മരിച്ചുപോയി എന്ന് എല്ലാവരും അറിഞ്ഞത്. കറുപ്പസ്വാമി ആ കടമാൻ പോത്തിനെ കൊമ്പുകളിൽ പിടിച്ച് തലയോളം ഉയർത്തി 3 പ്രാവശ്യം ചുറ്റിയിട്ട് ഒരേറു കൊടുത്തു. കൊമ്പുകൾ സ്വാമിയുടെ കൈകളിൽ തന്നെ ആയിരുന്നു. കടമാൻ പോത്തിൻ്റെ ഉടൽ ഒരാലിൻ്റെ ചുവട്ടിൽ ചെന്ന് വീണു. അങ്ങനെ ദുർമരണം നിമിത്തം അറുകുലയായി തീർന്ന കൊച്ചിട്ടാണനെ ആ ആലിൻ്റെ ചുവട്ടിൽ തന്നെ കടമാൻ പോത്തിൻ്റെ ഉടൽ ചെന്ന് വീണ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു കൊള്ളണമെന്നും ഇനി മുതൽ മദ്യവും മാംസവും നിവേദ്യമായി മേലാൽ വേണ്ടെന്നും കറുപ്പസ്വാമി കൽപ്പിച്ചതുകൊണ്ട് കൊച്ചിട്ടാണനെ ആ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും അക്കാലം മുതൽക്ക് കറുപ്പസ്വാമിക്ക് മദ്യവും മാംസവും നിവേദ്യം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. എങ്കിലും കുറച്ചു കാലം മുമ്പ് വരെ ക്ഷേത്രത്തിൽ വിറകും തീയും കൊടുത്തിരുന്നത് ഈ കൊച്ചിട്ടാണൻ്റെ വീട്ടുകാർ തന്നെയാണ്. അവർക്ക് പതിവുണ്ടായിരുന്ന അനുഭവം ദേവസ്വത്തിൽ നിന്ന് കൊടുത്തു വരികയും ചെയ്തിരുന്നു. പിന്നീട് അവരുടെ അനുഭവം നിർത്തിക്കളയുകയാൽ അവർ തീയും വിറകും കൊടുക്കാതെയുമായി. ആ കടമാൻ പോത്തിൻ്റെ കൊമ്പുകൾ കറുപ്പസ്വാമി ക്ഷേത്രത്തിനകത്ത് മണ്ഡപത്തിൽ കൊണ്ടു ചെന്നിടുകയാൽ അവ അവിടെ തന്നെ കെട്ടിത്തൂക്കിയിരുന്നു. ക്ഷേത്രത്തിന് അഗ്നിബാധ ഉണ്ടായ കാലത്ത് ആ കൊമ്പുകളും അഗ്നിക്കിരയായി തീരുകയാൽ ദഹിച്ചു പോവുകയും ചെയ്തു. പരിവാരമൂർത്തികൾക്ക് പ്രതിദിനം നിവേദ്യത്തിന് ഒരിടങ്ങഴി അരി വീതമാണ് പതിവ്. എന്നാൽ കൊച്ചിട്ടാണന് ആണ്ടിലൊരിക്കൽ വീതമേ നിവേദ്യവും പൂജയും പതിവുള്ളൂ. കറുപ്പസ്വാമിക്ക് കറുപ്പനൂട്ട് എന്നൊരു വഴിപാട് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനും മറ്റുമായി പലരും നടത്താറുണ്ട്. ഈ വഴിപാട് ക്ഷേത്ര സന്നിധിയിൽ വച്ചേ നടത്താവൂ എന്നില്ല. അവരവർ നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വച്ച് നടത്താം. സൗകര്യമുള്ള സ്ഥലമായിരിക്കണമെന്നേയുള്ളൂ. ഇതിൻ്റെ കർമ്മി കറുപ്പസ്വാമിയുടെ പൂശാരി തന്നെയാണ്. വഴിപാട് എവിടെ വച്ച് നടത്തുന്നതിന് നിശ്ചയിച്ചാലും പൂശാരിയെ അറിയിച്ചാൽ അദ്ദേഹം പരികർമ്മികൾ മുതലായവരോടുകൂടി നിശ്ചിത ദിവസം നിശ്ചിത സ്ഥലത്തെത്തി അത് നടത്തും. കറുപ്പനൂട്ടിനു വേണ്ടുന്ന സാമാനങ്ങളുടെ ചുരുക്കത്തിലുള്ള ഒരു പടിത്തരം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. ഉണക്കലരി 4 പറ, നാളികേരം 40, ചാരായം 4 പറ, കോഴിമുട്ട 40, അവിൽ 4 പറ, മലർ 4 പറ, അട 40, അപ്പം 40, പഴം പടല 40, കരിക്ക് അതായത് ഇളനീര് അത് 108, കഞ്ചാവ് ഫലം 11, കറുപ്പ് കഴഞ്ച് 11, കളഭം ഇടങ്ങഴി
കർപ്പൂരം 11 ഫലം, അഷ്ടഗന്ധപ്പൊടി ഇടങ്ങഴി, വെറ്റിലക്കൂട്ട് 108, പാക്ക് നുറുക്കിയത് 2 പറ, ചുണ്ണാമ്പ് 4 റാത്തൽ, മഞ്ഞൾപ്പൊടി ഇടങ്ങഴി, അരിപ്പൊടി ഇടങ്ങഴി, ഭസ്മം ഇടങ്ങഴി, നിലവിളക്ക് വലിയത് 11, നിലവിളക്ക് ചെറിയത് 95, കുത്തുവിളക്ക് 4, വിളക്കിന് എണ്ണ 4 പറ, തിരശ്ശീല 1 തുല, തൂശനില 108, ചെത്തി തുളസി മുതലായവ ഉൾപ്പെടെ പൂവ് 36 ഇടങ്ങഴി, ശർക്കര 11 ഫലം, നെയ്യ് 1/4 ഇടങ്ങഴി. ഇവ കൂടാതെ ചില ചില്ലറ സാമാനങ്ങളും വേണം. അവ പൂശാരി വരുമ്പോൾ പറയും. ഒന്നും മേൽപ്പറഞ്ഞതിൽ കുറയരുത്. കൂടുതൽ എത്രയായാലും വിരോധമില്ല. ആഴി കൂട്ടുന്നതിന് വിറക് വേണം. ആഴി എത്ര വലുതായാലും തരക്കെടില്ല. അധികം ചെറിയതായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. കറുപ്പനൂട്ട് കഴിക്കുന്നതിന് കറുപ്പസ്വാമിയെ ഉദ്ദേശിച്ചാണെങ്കിലും അത് അയ്യപ്പസ്വാമിക്കും പ്രസാദകരമായിട്ടുള്ളതാണ്. പന്തളത്ത് രാജാക്കന്മാർ അവർക്ക് ദേശാധിപത്യമുണ്ടായിരുന്നപ്പോൾ ആണ്ടുതോറും ഉത്സവക്കാലത്ത് അച്ഛൻ കോവിലിൽ പോവുക പതിവായിരുന്നു. ഉത്സവം കഴിഞ്ഞ് പോകുന്ന സമയം അവർ കറുപ്പനൂട്ട് കഴിച്ച് തൊഴുതിയിട്ടാണ് പോവുക പതിവ്. അവർ അവിടെ ചെന്നാൽ അമ്പലത്തിൽ കടക്കുക പതിവില്ല. ശാസ്താവിനെ തൊഴുന്നതു തന്നെ ബലിക്കൽപ്പുരയ്ക്ക് പുറത്ത് കൊടിമരത്തിന് മറഞ്ഞു നിന്നാണ്. അങ്ങോട്ട് കാണണം, ഇങ്ങോട്ട് കാണരുത് എന്നാണ് സങ്കല്പം. രാജാവിനെ കണ്ടാൽ ശാസ്താവ് എണീക്കണം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കാണാതെ മറഞ്ഞു നിന്ന് തൊഴുന്നത്. ശാസ്താവ് ഹരിഹരപുത്രനായി അവതരിച്ച് അക്ഷരവിദ്യയും സകല ശാസ്ത്രങ്ങളും ആയോധന വിദ്യയും മറ്റും പഠിച്ചതിൻ്റെ ശേഷം പാണ്ഡ്യരാജത്ത് ചെന്ന് പാണ്ഡ്യരാജാവിൻ്റെ സൈന്യത്തിൽ ചേർന്ന് ഒരു സൈനികനായിട്ടും പാണ്ഡ്യരാജാവിൻ്റെ സേവകനായിട്ടും താമസിച്ചിരുന്നു എന്നൊരു കഥയുണ്ടല്ലോ. പന്തളത്തു രാജാക്കന്മാർ പാണ്ഡ്യരാജവംശജരായതുകൊണ്ട് അവർക്കും ശാസ്താവിനും തമ്മിൽ സേവ്യ സേവക ഭാവമാണെന്നാണ് സങ്കല്പം. തൻ്റെ സ്വാമിയെ കണ്ടാൽ സേവകൻ എണിക്കണമല്ലോ. ശാസ്താവിനും ഈശ്വരത്വമുള്ളതിനാൽ എണിക്കാനിടയാക്കുന്നത് കഷ്ടാണല്ലോ എന്ന് വിചാരിച്ചാണ് പന്തളത്തു രാജാക്കന്മാർ അതിനിടയാക്കാത്തത്. ഇവർ ശബരിമല പോയാലും ഇങ്ങനെ തന്നെയാണ് പതിവ്. അയ്യപ്പസ്വാമി ഇവരെ കാണാനിടയാക്കാറില്ല. എങ്കിലും അവരിൽ ഒരാളെങ്കിലും ആണ്ടുതോറും മകരസംക്രാന്തിക്ക് ശബരിമലയെ പോവുക ഒരു പതിവാണ്. അച്ചൻകോവിൽ ശാസ്താവിൻ്റെയും അവിടുത്തെ പരിവാരമൂർത്തികളുടെയും വിശേഷിച്ച് കറുപ്പസ്വാമിയുടെയും മഹത്വവും മാഹാത്മ്യവും ഒട്ടും ചില്ലറയല്ല എന്നുള്ളതിലേക്ക് അനേകം ദൃഷ്ടാന്തങ്ങൾ പറയാനുണ്ട്. അവയിൽ ചിലതു മാത്രം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. അച്ചൻകോവിൽ ദേവസ്വം വകയ്ക്ക് അനേകം വസ്തുവകകളുള്ളത് കൂടാതെ പാണ്ടിയിൽ ഒരു സ്ഥലത്ത് ഉരി കുറയെ 900 പറ നിലമുണ്ട്. ഈ നിലം വലിയ സമ്പന്നനായിരുന്ന ഒരു പരദേശ ബ്രാഹ്മണൻ പണ്ടൊരിക്കൽ ദേവസ്വത്തിലേക്ക് വച്ചൊഴിഞ്ഞു കൊടുത്തതാണ്. ആ ബ്രാഹ്മണന് അനപത്യതാ ദുഃഖം ദുസ്സഹമായി തീരുകയാൽ അദ്ദേഹം ഭാര്യാസമേതം അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമി ദർശനം കഴിച്ച് നടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ അയ്യപ്പസ്വാമി, എനിക്കൊരു പുത്രനുണ്ടായാൽ എൻ്റെ സർവസ്വവും ഞാൻ സ്വാമിക്കായി വച്ചൊഴിഞ്ഞു തന്നേക്കാം എന്ന് പ്രാർത്ഥിച്ചു. അജിരേണ ആ ബ്രാഹ്മണ സ്ത്രീ ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ ആ ദമ്പതിമാർക്കുണ്ടായ സന്തോഷം അപരിമിതമായിരുന്നു. ആ സന്തോഷാധിക്യത്താൽ മറന്നുപോയിട്ടോ അതോ മനസ്സില്ലാഞ്ഞിട്ടോ എന്തോ അവർ അയ്യപ്പസ്വാമിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് പോലെ സർവസ്വമെന്നല്ല യാതൊന്നും കൊടുത്തില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയം പതിവായി ആരോ അവരുടെ അടുക്കൽ ചെന്ന്
പറഞ്ഞിട്ടുള്ളത് മറക്കരുത് എന്ന് പറയുന്നതായി തോന്നി തുടങ്ങി. എന്നിട്ടും അവർ അയ്യപ്പസ്വാമിക്ക് യാതൊന്നും കൊടുത്തില്ല. അങ്ങനെ 5-8 കൊല്ലം കഴിഞ്ഞു. കുട്ടിക്ക് ഉപനയനത്തിനുള്ള കാലായി. മുഹൂർത്തം നിശ്ചയിക്കുകയും അടിയന്തരത്തിന് കെങ്കേമായി വട്ടം കൂട്ടുകയും ക്ഷണിക്കേണ്ടുന്നവരെയെല്ലാം ക്ഷണിക്കുകയൊക്കെ ചെയ്തു. ചാർച്ചക്കാരും വേഴ്ചക്കാരും ബന്ധുക്കളുമെല്ലാം അടിയന്തരത്തിന് തലേ ദിവസം തന്നെ വന്ന് ഓരോ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അന്ന് രാത്രിയിലും കുട്ടിയുടെ മാതാവിന് സ്വപ്നമുണ്ടായി. അത് പതിവ് പോലെ തന്നെ അല്ലായിരുന്നു. അയ്യപ്പസ്വാമിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാതെ ഉപനയനത്തിന് ആരംഭിച്ചാൽ സമയമാകുമ്പോൾ കുട്ടിയെ ഞാൻ കൊണ്ടുപോകും എന്നുകൂടി ആരോ പറഞ്ഞതായി ആ ബ്രാഹ്മണ സ്ത്രീക്ക് തോന്നി. എങ്കിലും അവർ സ്വാമിക്കൊന്നും കൊടുക്കാമെന്നങ്ങട് നേർന്നില്ല. അങ്ങനെ ഉപനയനത്തിൻ്റെ ക്രിയകൾ ആരംഭിച്ച സമയത്ത് ആരോ ഒരാള് ഒരു പട്ടാണിയാണെന്നാണ് എല്ലാവർക്കും തോന്നിയത്. ആ ആള് അവിടെ കയറി ചെന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് അന്തർധാനം ചെയ്തു. ആ ആള് ചെന്നതും കുട്ടിയെ എടുത്തതും അവിടെ കൂടിയിരുന്ന എല്ലാവരും കണ്ടു. പക്ഷേ പോയത് ആരും കണ്ടില്ല. കുട്ടിയെ കാണാതെയായപ്പോഴേക്കും അവിടെ എല്ലാവർക്കും വ്യസനവും പരിഭ്രമവും കലശലായി. കുട്ടിയുടെ മാതാപിതാക്കന്മാരുടെ വ്യസനം അവർക്ക് സന്തതിയുണ്ടാകാതിരുന്ന കാലത്തിലേക്കാൾ അധികമായിരുന്നു. അവർ രണ്ടുപേരും മാറത്തും തലയ്ക്കുമടിച്ചുകൊണ്ട് മുറവിളി തുടങ്ങി. അപ്പോ ചിലര് പറഞ്ഞു, അയ്യപ്പസ്വാമിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. കണക്കായി പോയി. ലുബ്ധന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം. അച്ചൻകോവിൽ ശാസ്താവ് ആരുടെയും കളിപ്പിള്ളയല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലായിക്കൊള്ളട്ടെ എന്നും മറ്റും പറഞ്ഞ് അവരെ ശകാരിച്ചു തുടങ്ങി. മറ്റു ചിലർ സാന്ത്വന വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങി. സ്വാമിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കാഞ്ഞാൽ ആപത്തുണ്ടാകുമെന്ന് ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്. ഈ ദുഷ്ടൻ ധനത്തിലുള്ള അത്യാർത്തി നിമിത്തം അത് കൊടുക്കാതെ ഇരുന്നിട്ടാണ് എൻ്റെ ഓമന മകൻ പോയത് എന്നും മറ്റും പറഞ്ഞ് ആ ബ്രാഹ്മണ സ്ത്രീ ബ്രാഹ്മണനെയും, എന്നാൽ തിരിച്ച് ആ ബ്രാഹ്മണൻ സ്വാമിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു, പക്ഷേ ഈ ദുഷ്ട സമ്മതിക്കാഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാതെ ഇരുന്നത് എന്ന് ആ ബ്രാഹ്മണനും പരസ്പരം അങ്ങട് കുറ്റം പറഞ്ഞ് ശകാരിച്ചു തുടങ്ങി. ആ ശകാരം മൂത്ത് അവർ തമ്മിൽ വലിയ ശണ്ഠയായി. ആകപ്പാടെ അവിടെ വലിയ ലഹളയും ബഹളവുമായി തീർന്നു. അല്ല, ഇതൊന്നും കൊണ്ടും യാതൊരു ഫലവുമില്ല. കുട്ടിയെ കൊണ്ട് ആ പട്ടാണി എങ്ങോട്ടാണ് പോയതെന്ന് വേഗത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് എന്ന് അവിടെ കൂടിയിരുന്ന ചില ബന്ധുക്കളൊക്കെ ചേർന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൂടിയിരുന്ന ബന്ധുക്കളെല്ലാം ചേർന്ന് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. പക്ഷേ ഒരു തുമ്പും ഉണ്ടായില്ല. കുട്ടിയെ തിരിച്ചു കിട്ടുന്ന കാര്യം അസാധ്യം തന്നെയാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി. അവസാനം ആ കുട്ടിയുടെ പിതാവായ ബ്രാഹ്മണൻ പറഞ്ഞു, ഈശ്വര കാരുണ്യം കൊണ്ട് എനിക്ക് അവസാന കാലത്ത് ഒരു സന്തതി ഉണ്ടായി. ആ ഏക സന്താനം നഷ്ടപ്പെട്ടു. ഇനി ഈ വാർദ്ധക്യത്തിൽ സന്താനമുണ്ടാകുമെന്ന് വിചാരിക്കാൻ ന്യായവുമില്ല. എനിക്കിനി വസ്തുക്കളും വേണ്ട, സ്വത്തുക്കളും വേണ്ട, പണവും വേണ്ട, ഭാര്യയും വേണ്ട എന്നല്ല, യാതൊന്നും വേണ്ട. ഞാൻ വല്ല വഴിക്കും പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു കുടയും വടിയുമെടുത്ത് യാത്രയായി. ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന അന്യനായ ഒരു ബ്രാഹ്മണൻ തുള്ളിയുറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു. ഹേയ്, ഇനിയെങ്കിലും നിങ്ങൾ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ കുട്ടി ഇപ്പോൾ ഇവിടെ വരും. തയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആധാരം തീർത്ത് സാക്ഷി വച്ച് ഒപ്പിടണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കുട്ടിയുടെ അച്ഛനായ ബ്രാഹ്മണൻ പറഞ്ഞു,
കുട്ടി മടങ്ങി വരികയാണെങ്കിൽ എൻ്റെ സർവസ്വവും ഞാൻ സ്വാമിക്ക് കൊടുത്തേക്കാം. യാതൊരു സംശയവുമില്ല. ആധാരം ഇപ്പോൾ തീർത്തേക്കാം എന്ന് പറഞ്ഞു. ഉടനെ ആ ബ്രാഹ്മണൻ തനിക്കുള്ള സർവസ്വവും അച്ചൻകോവിൽ ശാസ്താവിന് വച്ചൊഴിഞ്ഞു കൊടുത്തിരിക്കുന്നതായി ഒരു ആധാരം എഴുതി തീർത്ത് ഒപ്പുവയ്ക്കുകയും 4 പേരെ സാക്ഷി വച്ച് അവരെ കൊണ്ടും ഒപ്പിടിവിക്കുകയും ചെയ്തു. ബ്രാഹ്മണൻ ആധാരത്തിൽ ഒപ്പിട്ടതും അച്ചൻകോവിലിൽ ഉച്ചപൂജയുടെ പ്രസന്ന പൂജ കഴിഞ്ഞ് നട തുറന്നതും ഒരേ സമയത്തായിരുന്നു. നട തുറന്നയുടനെ മേൽശാന്തിക്കാരൻ തുള്ളിക്കൊണ്ട് കിഴക്കോട്ട് പുറപ്പെട്ടു. അദ്ദേഹം കറുപ്പസ്വാമി കോവിലിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ കറുപ്പസ്വാമിയുടെ പൂശാരി തുള്ളി ബ്രാഹ്മണക്കുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേരും കുട്ടിയെയും കൊണ്ട് പാണ്ടിയിൽ ആ ബ്രാഹ്മണന്റെ ഗൃഹത്തിലെത്തുകയും ചെയ്തു. കുട്ടിയെ കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്നവരെല്ലാം സന്തോഷാത്ഭുത പരവശന്മാരായി തീർന്നു. ഉടനെ കുട്ടിയുടെ അച്ഛൻ എഴുതി തീർത്തു വച്ചിരുന്ന ആധാരമെടുത്ത് ഭക്തി ആദരങ്ങളോടുകൂടി ആനന്ദാശ്രു ഒലിപ്പിച്ചുകൊണ്ട് മേൽശാന്തി ബ്രാഹ്മണന്റെ പാദത്തെങ്കൽ ചെന്ന് വച്ച് നമസ്കരിച്ചു. അത് കണ്ടപ്പോൾ കറുപ്പസ്വാമി തുള്ളിക്കൊണ്ടു പറഞ്ഞു, ഇത് മുഴുവനും എൻ്റെ സ്വാമിക്ക് വേണ്ട. ഒരു സന്തതി ഉണ്ടായാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു പോയെങ്കിലും നിങ്ങളുടെ സർവസ്വവും സ്വാമിക്ക് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് നിത്യവൃത്തിക്ക് യാതൊന്നുമില്ലാതെയാവും. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ യാതൊരു അനുഭവവുമില്ലാതെ യാതൊന്നും വിളയാതെയും ഉരി കുറച്ച് 900 പറ നിലം നിങ്ങൾക്കൊരു സ്ഥലത്തുണ്ടല്ലോ, അത് മാത്രം എൻ്റെ സ്വാമിക്ക് കൊടുത്താൽ മതി എന്ന് കൽപ്പിച്ചു. ഉടനെ ബ്രാഹ്മണൻ സന്തോഷസമേതം ആ ഉരി കുറച്ച് 900 പറ നിലം അച്ചൻകോവിൽ ശാസ്താവിന് വച്ചൊഴിഞ്ഞു കൊടുത്തിരിക്കുന്നതായി വേറൊരു ആധാരം എഴുതി ഒപ്പിട്ട് സമർപ്പിച്ചു. ആ ആധാരമെടുത്തും കൊണ്ട് ശാന്തിക്കാരനും പൂശാരിയും തുള്ളിക്കൊണ്ടു തന്നെ മടങ്ങിപ്പോവുകയും ആ ആധാരം അയ്യപ്പസ്വാമിയുടെ നടക്കൽ വച്ചിട്ട് കലിയടങ്ങുകയും ചെയ്തു. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നിട്ട് 3.25 നാഴിക കൊണ്ട് ഈ സംഗതികളെല്ലാം നടന്നു. കലിയടങ്ങിയതിൻ്റെ ശേഷം ഇതിലൊന്നും അവർക്ക് 2 പേർക്കും ലേശം പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ആ നിലം അച്ചൻകോവിൽ ദേവസ്വം വകയ്ക്ക് കിട്ടിയത്. പുല്ലുപോലും മുളയ്ക്കാതെ കിടന്നിരുന്ന ആ നിലം അയ്യപ്പസ്വാമിക്കാക്കിയതിൻ്റെ ശേഷം 1-ാം തരമായി വിളഞ്ഞു തുടങ്ങി. ഇപ്പോഴും ആ നിലം ആ ദേശത്തുള്ള നിലങ്ങളിൽ വച്ച് മേൽത്തരമായിട്ട് തന്നെയാണ് ഇരിക്കണത്. ശാന്തിക്കാരനും പൂശാരിയും ആധാരം കൊണ്ടുപോന്നതിൻ്റെ ശേഷം ബ്രാഹ്മണൻ അടുത്തുണ്ടായിരുന്ന മറ്റൊരു മുഹൂർത്തത്തിൽ കുട്ടിയുടെ ഉപനയനം നടത്തുകയും ഭാര്യാപുത്രസഹിതം അച്ചൻകോവിലിൽ വന്ന് സ്വാമി ദർശനവും സ്വാമിക്ക് അനേകം വഴിപാടുകളും കറുപ്പസ്വാമിക്ക് ഊട്ടും കഴിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ ബ്രാഹ്മണന്റെ കുടുംബക്കാര് പാണ്ടിയിൽ എവിടെയോ ഇപ്പോഴുമുണ്ടെന്നാണ് കേൾവി. എന്നാൽ പട്ടാണിവേഷം ധരിച്ച് ബ്രാഹ്മണക്കുട്ടിയെ എടുത്തുകൊണ്ട് മറഞ്ഞത് സാക്ഷാൽ കറുപ്പസ്വാമി ആയിരുന്നു എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. പിന്നീട് പാണ്ഡ്യരാജ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായതിൻ്റെ ശേഷം മേൽപ്പറഞ്ഞ നിലവും ഗവൺമെൻറ് വകയ്ക്കാക്കുന്നതിന് അന്നത്തെ കലക്ടർ സായിപ്പ് തീർച്ചയാക്കി. ഈ വിവരമറിഞ്ഞ പന്തളത്ത് രാജാവ് അച്ചൻകോവിൽ മണിക്കാരനെ എന്നുവെച്ചാൽ പാർവത്യക്കാരനെ സായിപ്പിൻ്റെ അടുക്കൽ അയച്ച് ഈ ഉരി കുറച്ചുള്ള 900 പറ നിലം അച്ചൻകോവിൽ ശാസ്താവിൻ്റെ വകയാണ്, അത് ഗവൺമെൻറ് വകയ്ക്കാക്കരുത് എന്ന് പറയിപ്പിച്ചു. പക്ഷേ മണിക്കാരൻ പറഞ്ഞതിനെ സായിപ്പ് പുല്ലോളം വക വച്ചില്ല. ഇത്രയും നിലം അയ്യപ്പസ്വാമിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് സ്വാമി ഭക്തനായ ആ മണിക്കാരൻ വ്യസനിച്ചുകൊണ്ട് മടങ്ങിപ്പോന്നു. അങ്ങനെ നേരം വൈകിയപ്പോൾ അയാൾ രാത്രി കഴിച്ചു കൂട്ടാനായി വഴിക്കടുത്തുണ്ടായിരുന്ന
ഒരു സ്ഥലത്ത് കയറി. അന്ന് അവിടെയൊരു കറുപ്പനൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. മണിക്കാരൻ അവിടെ ചെന്നപ്പോൾ കറുപ്പസ്വാമിയുടെ പൂശാരി കറുപ്പസ്വാമിയുടെ വെളിച്ചപ്പാടായിട്ട് തുള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ തുള്ളൽ കണ്ടപ്പോൾ തന്നെ ഇത് സ്വാമിയുടെ അധിവാസമായിട്ടുള്ളതല്ലെന്നും കള്ളത്തുള്ളലാണെന്നും ആ മണിക്കാരന് മനസ്സിലായി. അദ്ദേഹം ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. അപ്പോൾ ആ പൂശാരി തുള്ളി തുള്ളി മണിക്കാരൻ്റെ അടുക്കൽ ചെന്ന്, ഒട്ടും വ്യസനിക്കണ്ട, ഞാൻ നിവർത്തി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. ആ മണിക്കാരൻ ശുദ്ധഹൃദയനും ശുണ്ഠിക്കാരനുമായ ഒരു പരദേശ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വ്യസനവും ദേഷ്യവും സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പൂശാരിയുടെ മുഖത്ത് ഭ എന്നൊരാട്ടും ഒരു തുപ്പും അങ്ങോട്ട് വച്ചു കൊടുത്തു. പക്ഷേ ആ പൂശാരി മാറിക്കളഞ്ഞതിനാൽ മണിക്കാരൻ്റെ തുപ്പൽ അവിടെ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു പന്തത്തിന്മേൽ വീഴുകയും അത് തെള്ളിപ്പൊടി പോലെ കത്തിക്കാളുകയും ചെയ്തു. അപ്പോ പൂശാരിയിൽ കറുപ്പസ്വാമിയുടെ ആവേശമുണ്ടാവുകയാൽ ഭാവം മാറിയിട്ട് വീണ്ടും മണിക്കാരനോട്, ഹേയ്, ഒട്ടും വ്യസനിക്കണ്ട, ഞാൻ നിവർത്തി ഉണ്ടാക്കിക്കോളാം. ഗ്രാമത്തിൽ ചെന്ന് എവിടെയെങ്കിലും താമസിച്ചോളണം. അവിടെ ആള് വരും. സംഗതി തീർച്ചയായിട്ട് മടങ്ങിപ്പോന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് കറുപ്പസ്വാമിയുടെ കൽപ്പന തന്നെയാണെന്ന് ആ മണിക്കാരന് തോന്നി. ഉടനെ ആ മണിക്കാരൻ പറഞ്ഞു, കൽപ്പന പോലെ ചെയ്തോളാം. ശുദ്ധഗതിയും മുൻകോപവും കൊണ്ട് ഞാൻ ചെയ്തു പോയ അപരാധം അവിടുന്ന് സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വന്ദിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങിപ്പോയി. ഗ്രാമത്തിൽ ചെന്ന് ഒരു ഗൃഹത്തിൽ കയറി കിടന്നു. അങ്ങനെ ആ പന്തത്തിന്മേൽ വീണ തുപ്പൽ കത്തിക്കാളിയപ്പോൾ മുതൽ കളക്ടർ സാഹിബിൻ്റെ മദാമ്മയ്ക്ക് ദേഹമാസകലം ഉമിത്തിയിലിട്ടാൽ എന്ന പോലെ ഒരു പുകച്ചിൽ തുടങ്ങി. ഉടനെ അനേകം ഡോക്ടർമാരെ വരുത്തി പല ചികിത്സകളൊക്കെ ചെയ്യിപ്പിച്ചു നോക്കി. ഒരു ഗുണവും കണ്ടില്ല. അതിനാൽ സായിപ്പ് വല്ലാതെ വ്യസനാക്രാന്തനായി തീർന്നു. അപ്പോൾ സായിപ്പിൻ്റെ സേവകനും ക്ലർക്കുമായ ഒരു ഹിന്ദു ഇതിൻ്റെ കാരണം അറിയുന്നതിന് ഒന്ന് പ്രശ്നം വച്ച് നോക്കിപ്പിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഗൂഢമായി അപ്രകാരം നോക്കുന്നതിന് സായിപ്പ് സമ്മതിക്കുകയാൽ ആ ക്ലർക്ക് ഗൂഢമായി ഒരു പ്രശ്നക്കാരനെ വരുത്തി ആരും അറിയാതെ ഒരു ഗൂഢസ്ഥലത്തു വച്ച് പ്രശ്നം വപ്പിച്ചു നോക്കിച്ചു. മദാമ്മയുടെ സുഖക്കേടിന് കാരണം അച്ചൻകോവിൽ ശാസ്താവിൻ്റെ കോപമാണെന്നും മണിക്കാരനെ വരുത്തി സമാധാനം പറഞ്ഞാൽ മദാമ്മയ്ക്ക് സുഖമാകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. ക്ലാർക്ക് ഉടനെ ഈ വിവരം സായിപ്പിനെ ഗ്രഹിപ്പിക്കുകയും സായിപ്പിൻ്റെ ആജ്ഞാപ്രകാരം ആളയച്ച് മണിക്കാരനെ വരുത്തിക്കുകയും ചെയ്തു. വിവരമൊക്കെ അറിഞ്ഞപ്പോൾ മണിക്കാരൻ അയ്യപ്പസ്വാമിയെ സ്മരിച്ചുകൊണ്ട് സ്വൽപ്പം ഭസ്മമെടുത്ത് ജപിച്ച് മദാമ്മയുടെ ദേഹത്തിലും ശിരസ്സിലുമിട്ടു. ഉടനെ മദാമ്മയുടെ സുഖക്കേടെല്ലാം മാറി നല്ല സുഖായി. സായിപ്പ് സന്തോഷിച്ച് മണിക്കാരന് ചില സമ്മാനങ്ങൾ കൊടുക്കുകയും നിലം ഗവൺമെൻറ്റിൽ ചേർക്കാൻ പാടുള്ളതല്ലെന്ന് തീർച്ചയാക്കിയും ദേവസ്വം പേരിൽ തന്നെ പതിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ആറന്മുള ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉള്ളതിന് മുമ്പുണ്ടായിരുന്ന ധ്വജത്തിൻ്റെ തടി അച്ചൻകോവിൽ മലയിൽ നിന്ന് വെട്ടിയിറക്കിക്കൊണ്ടുവന്നതായിരുന്നു. ആദ്യം ചിലർ പോയി തടി നോക്കിക്കണ്ട് നിശ്ചയിച്ച് പോന്നതിൻ്റെ ശേഷം വെട്ടിയിറക്കിക്കൊണ്ടുവരാനായിട്ട് 10-30 പേർ ശേഖരമായിട്ടാണ് പോയിരുന്നത്. തടി നിന്നിരുന്നത് ആനയെക്കൊണ്ട് പിടിപ്പിച്ചിറക്കുന്നതിന് സൗകര്യമില്ലാത്തതായ ഒരു സ്ഥലത്തായിരുന്നു. അതിനാൽ തടി പിടിച്ചിറക്കി ആറ്റിലാക്കുന്നതിനും മനുഷ്യർ തന്നെ വേണ്ടിയിരുന്നത് കൊണ്ടാണ് ഇത്രയ്ക്കധികം ആളുകൾ പോയത്. അവർ മലയിൽ ചെന്ന് തടി വെട്ടി പിടിച്ചിറക്കി അനേക ദിവസം കൊണ്ട് ഒരു വിധത്തിൽ ആറ്റുകടവിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും അന്ന് നേരം വൈകുകയും അവരെല്ലാവരും
ഏറ്റവും ക്ഷീണിക്കുകയും ചെയ്തതുകൊണ്ട് തടി പിടിച്ച് വെള്ളത്തിലിറക്കുന്നതിന് പിറ്റേ ദിവസമാകാമെന്ന് നിശ്ചയിച്ച് അവരെല്ലാവരും അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ പോയി അന്ന് അവിടെ താമസിച്ചു. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ അവരെല്ലാവരും കൂടി പോയി തടി പിടിച്ചു വച്ചിരുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ തടി അവിടെ കാണാനില്ലായിരുന്നു. അപ്പോൾ അവർക്കുണ്ടായ മനസ്താപം എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം. അവർ അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു ചെന്നപ്പോൾ തടി മലയുടെ മുകളിൽ അവർ എവിടെ നിന്ന് കൊണ്ടുപോകുന്നുവോ ആ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടു. തടി ആരും ഇറക്കിക്കൊണ്ട് പോയില്ലെന്നറിഞ്ഞപ്പോൾ അവർക്ക് സ്വല്പം സമാധാനായി. പിന്നെയും അവർ തടി പിടിച്ചിറക്കാനുള്ള ശ്രമം തുടങ്ങി. 4-5 ദിവസം കൊണ്ട് അവർ പിന്നെയും തടി ആറ്റുകടവിലാക്കി. അന്ന് നേരം വൈകിപ്പോയതിനാൽ രാത്രിയിൽ താമസിക്കുന്നതിന് അവർ അമ്പലത്തിലേക്ക് പോയി. പിറ്റേ ദിവസം കാലത്ത് ചെന്ന് നോക്കിയപ്പോഴും ആ തടി ആ സ്ഥലത്ത് കാണാനില്ലായിരുന്നു. എങ്കിലും അധികം അന്വേഷിച്ച് നടക്കാതെ തടി യഥാപൂർവം മലയുടെ മുകളിലിരിക്കുന്നത് കണ്ടു. ഇങ്ങനെ പല പ്രാവശ്യമായപ്പോൾ അവർ ഏറ്റവും വിഷണ്ണന്മാരായി തീർന്നു. ഇനി ആറന്മുള ചെന്ന് പ്രശ്നം വയ്പ്പിച്ച് നോക്കിച്ച് ഇതിൻ്റെ കാരണമറിയാതെ വെറുതെ കഷ്ടപ്പെടാൻ കഴിയില്ല എന്ന് നിശ്ചയിച്ച് അവർ അവിടെ നിന്ന് ആറന്മുളയ്ക്ക് യാത്രയായി. അങ്ങനെ ഇവർ തടിയും കൊണ്ട് മടങ്ങിയെത്തായകയാൽ ആറന്മുളക്കരനാഥന്മാർ മുതലായവർക്ക് വിചാരായി. അവരെല്ലാവരും ഒരു ദിവസം ക്ഷേത്ര സന്നിധിയിൽ കൂടി. അത് ഇവർ അച്ചൻകോവിലിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ട ദിവസം തന്നെയായിരുന്നു. ആ സമയം പ്രസിദ്ധ ദൈവജ്ഞനായ മംഗലപ്പിള്ളി മൂത്തതും ദേവദർശനത്തിനായി അവിടെ ചെന്നു ചേർന്നു. മൂത്തതിനെ കണ്ടപ്പോൾ കരയിൽ പ്രമാണിയായ ഒരാള് നമ്മുടെ കാര്യം നമുക്ക് നമ്മുടെ കൊച്ചുമൂത്തതിനോട് ചോദിക്കാം, ഇനി എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം വിചാരിച്ച് പറയട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് മൂത്തത് ചോദിച്ചു, ഹേയ്, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് ചോദിച്ചു. അതിനുത്തരമായി ഒരാൾ പറഞ്ഞു, അല്ല, കൊടിമരത്തടിക്ക് പോയവര് ആരും മടങ്ങി വന്ന് കാണാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ വ്യസനായിരിക്കണു. അവര് പോയിട്ടിപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. ഒരു വർത്തമാനവും അറിയുന്നില്ല. അവർക്ക് വല്ലതും ആപത്ത് പറ്റിയോ എന്തോ. ചിലരെ അങ്ങോട്ട് അയച്ചെങ്കിലോ എന്നൊരു സംശയമുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് വേണ്ടത് പറഞ്ഞു തരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പറയുന്നതിന് അവിടേക്ക് കബഡിയും മറ്റും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മൂത്തത് അകത്തു പോയി ദർശനം കഴിച്ച് എല്ലാം വേണ്ടതുപോലെ തോന്നിക്കുന്നതിന് സ്വാമി സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്ത് കൊടിമരസ്ഥാനത്തു വന്ന് നിന്നുകൊണ്ട് അവിടെ കൂടിയിരുന്നവരോടായി പറഞ്ഞു, ഹേയ്, തടിക്ക് പോയിരിക്കുന്നവർക്ക് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. തടി കൊണ്ടുപോരാൻ സാധിക്കാത്തതിനാലാണ് അവർക്ക് താമസം പറ്റിയത്. അവർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, എങ്കിലും തടി കൊണ്ടുവരുന്നില്ല. അച്ചൻകോവിലിൽ മലയിൽ നിന്നാണല്ലോ തടി കൊണ്ടുവരേണ്ടത്. ആ തടി അച്ചൻകോവിൽ ശാസ്താവിൻ്റെ വകയാണ്. അതിനാൽ അവിടെ ചെന്ന് സ്വാമിയെ വന്ദിക്കുകയും യഥാശക്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാതെ തടി കൊണ്ടുപോരാൻ ഒരിക്കലും സാധിക്കില്ല. അയ്യപ്പസ്വാമിയുടെ പരിവാരമൂർത്തികൾക്കും യഥായോഗ്യം വഴിപാടുകൾ നടത്തണം. ആ മൂർത്തികളിൽ പ്രാധാന്യം കറുപ്പസ്വാമിക്കാണ്. കറുപ്പസ്വാമിക്ക് ഒരു ഊട്ട് തന്നെ നടത്തണം. എന്നാൽ അത് തടി ഇവിടെ വന്നു ചേർന്നതിന് ശേഷം നടത്തിയാൽ മതി. ഇപ്പം തന്നെ കറുപ്പസ്വാമി കോവിലിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പൂശാരിയോട് ചാർത്തു വാങ്ങിക്കൊണ്ട് പോരണം. ഇത്രയും ചെയ്താൽ പിന്നെ തടിക്കായിട്ട് ആരും പോവണ്ട. തടി താനേ ഇവിടെ വന്നു ചേരും. അയ്യപ്പസ്വാമിയുടെ പരിവാരങ്ങൾ അത്യുഗ്രമൂർത്തികളാണ്. തടിക്ക് പോയവർ പലതവണ തടി മലയിൽ നിന്നിറക്കി ആറ്റുകടവിൽ കൊണ്ടുവന്നു വച്ചു. എങ്കിലും പിറ്റേ ദിവസമായപ്പോൾ തടി മലയുടെ മുകളിലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക്
തടി കൊണ്ടുപോരാൻ സാധിക്കാഞ്ഞത്. ഇറക്കിക്കൊണ്ടുപോന്ന തടി വീണ്ടും മലയുടെ മുകളിൽ കൊണ്ടുപോയി വച്ചത് സ്വാമിയുടെ പരിവാരമൂർത്തികളാണ്. അവർ തന്നെ നമുക്കിവിടെ തടി എത്തിച്ചു തരികയും ചെയ്യും. ഇവിടെ നിന്ന് അച്ചൻകോവിലിലേക്ക് 4 പേരിൽ കുറയാതെ ഉടനെ പോകണം. തടി കൊണ്ടുവരാൻ പോയവരെ വഴിക്കു വച്ചു കാണാം. അവരും കൂടി അങ്ങോട്ട് പോരട്ടെ. എല്ലാവരും കൂടി ചെന്ന് സ്വാമി ദർശനം കഴിച്ച് വഴിപാടുകളും നടത്തി പ്രാർത്ഥിച്ചു പോരുക എന്ന് പറഞ്ഞു. മൂത്തത് പറഞ്ഞ പോലെ ആറന്മുള നിന്ന് പ്രധാനന്മാരായ 4 പേർ അന്ന് തന്നെ പുറപ്പെടുകയും മുമ്പ് പോയിരുന്നവരെ വഴിക്ക് വച്ച് കാണുകയും എല്ലാവരും കൂടി അച്ചൻകോവിലിൽ ചെന്ന് സ്വാമി ദർശനവും വഴിപാടുകളും പ്രാർത്ഥനയും മറ്റും നടത്തിയും കറുപ്പനൂട്ട് ചാർത്തു വാങ്ങി മടങ്ങിപ്പോരുകയൊക്കെ ചെയ്തു. അച്ചൻകോവിലിൽ പോയിരുന്നവരെല്ലാം ആറന്മുള മടങ്ങിയെത്തിയ ദിവസം നിശ്ചിത സമയത്ത് ക്ഷേത്രക്കടവിനടുത്ത് ആറ്റിൽ കെങ്കേമമായിട്ടുള്ള ഒരു വഞ്ചിപ്പാട്ടും ആളുകളുടെ ആവരവും ആർപ്പുവിളിയും കുരവയും പാണ്ഡിവാദ്യവും നാഗസ്വരവുമെല്ലാം കേൾക്കപ്പെട്ടു. അതു കേട്ട് ജനങ്ങൾ പരിഭ്രമിച്ച് ഓടി കടവിലെത്തി നോക്കിയപ്പോൾ അവിടെ കൊട്ടും പാട്ടും വാദ്യാഘോഷവും യാതൊന്നുമില്ലായിരുന്നു. അവിടെ എങ്ങും ആരെയും കാണാനുമുണ്ടായിരുന്നില്ല. എങ്കിലും കൊടിമരത്തിനുള്ള തടി കടവിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതു കണ്ട് എല്ലാവരും സന്തോഷാത്ഭുത പരവശന്മാരായി തീർന്നു. അപ്പോൾ തന്നെ ജനങ്ങൾ തടി പിടിച്ച് കയറ്റി മതിൽക്കകത്ത് കൊണ്ടുചെന്ന് വച്ചു. നേരം വെളുത്തപ്പോൾ പരിശോധിച്ചു നോക്കിയതിൽ തടി യാതൊരു കേടുമില്ലാത്തതും ഒന്നാം തരവുമാണെന്ന് കണ്ട് എല്ലാവരും വളരെ അങ്ങോട്ട് സന്തോഷിച്ചു. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതിനടുത്ത വെള്ളിയാഴ്ച തന്നെ കറുപ്പനൂട്ട് നടത്താമെന്ന് എല്ലാവരും കൂടി നിശ്ചയിക്കുകയും അതിലേക്ക് വേണ്ടുന്ന വട്ടങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് വിവരം പൂശാരിയെ അറിയിക്കുകയും പൂശാരിയും പരികർമ്മികളും മറ്റും വ്യാഴാഴ്ച തന്നെ സ്ഥലത്തെത്തുകയും ആറന്മുളയ്ക്കടുത്ത അയിരൂരാറ്റിൽ മണൽപ്പുറത്തു വച്ച് നിശ്ചിത ദിവസം തന്നെ ആ വഴിപാട് കെങ്കേമായി നടത്തുകയൊക്കെ ചെയ്തു. പൂശാരിയും പരികർമ്മികളും വ്യാഴാഴ്ച വൈകുന്നേരം ആറന്മുള ക്ഷേത്രത്തിലെത്തി സ്വാമി ദർശനം കഴിച്ച് അന്നവിടെ താമസിക്കുകയും വെള്ളിയാഴ്ച നാൾ കാലത്ത് കുളിയും ദർശനവും കഴിക്കുകയും ചെയ്തതിൻ്റെ ശേഷമാണ് അയിരൂർ മണപ്പുറത്തേക്ക് പുറപ്പെട്ടത്. പൂശാരിക്ക് അന്ന് പകൽ ഊണ് പതിവില്ലാത്തതിനാൽ ആ മനുഷ്യനെ ഒഴിച്ച് ശേഷം എല്ലാവരും ഊണുകൂടി കഴിച്ചിട്ടേ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടുള്ളൂ. അവർ മണൽപ്പുറത്തെത്തിയപ്പോൾ അവിടെ ഏറ്റവും വിശാലമായ ഒരു പന്തലിട്ട് കെട്ടി വിധാനിച്ച് അലങ്കരിച്ച് ഊട്ടിന് വേണ്ടുന്ന സകല സാമാനങ്ങളും ചാർത്തിൻ പ്രകാരം ശേഖരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായി ആറന്മുള ദേശത്തോ അടുത്ത കരകളിലോ വച്ച് കറുപ്പനൂട്ട് നടത്തുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കൊടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് വച്ചിട്ടാണ് നടത്തുക പതിവ്. ആ പതിവനുസരിച്ച് വെള്ളിയാഴ്ച ഉച്ച തിരിഞ്ഞപ്പോൾ കൊടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഇതിലേക്ക് ആറന്മുള ദേവന്റെ സങ്കേതത്തിൽ ഉൾപ്പെട്ട 18 കരകളിലെ സകല ജനങ്ങളും ആബാലവൃദ്ധം വന്നുകൂടിയിരുന്നു. പാണ്ഡിവാദ്യം, നാഗസ്വരം, പഞ്ചവാദ്യങ്ങൾ, ഉരുട്ടുചണ്ട, ജനങ്ങളുടെ ആർപ്പുവിളി, കുരവ മുതലായ ഘോഷങ്ങളോടുകൂടി ഏറ്റവും കോലാഹല സമേതമാണ് ആ എഴുന്നള്ളത്ത് പുറപ്പെട്ടത്. ഏകദേശം 5 നാഴിക പകലെ ആ എഴുന്നള്ളത്ത് പന്തലിലെത്തുകയും കൊടി ഒരു പ്രധാന സ്ഥലത്ത് എഴുന്നള്ളിച്ചു വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ സമീപത്ത് കറുപ്പസ്വാമിയുടെ പൂജയ്ക്ക് വേണ്ടതെല്ലാം നിരത്തി വച്ചൊരുക്കി. കൊടി എഴുന്നള്ളിച്ചു വച്ചതിൻ്റെ മുൻവശത്ത് ഏകദേശം 2 ദണ്ഡ സമചതുരത്തിലും വളരെ പൊക്കത്തിലും ആഴിക്ക് വിറകടുക്കി സദ്യയ്ക്ക് മുമ്പായി തീയിട്ടു. അങ്ങനെ സന്ധ്യയായപ്പോൾ പൂശാരി കുളിച്ച് ഉടുത്തുകെട്ടി വന്ന് പൂജ ആരംഭിച്ചു. പൂജയും കർപ്പൂര ആരാധനയും എന്നുവെച്ചാൽ കർപ്പൂരം കത്തിച്ചുഴിയ എന്നുള്ളതാണ് കർപ്പൂര ആരാധന എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് പൂശാരി എഴുന്നേറ്റ്
പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് ആറന്മുള ഭഗവാനെ വിചാരിച്ച് ഒന്ന് വന്ദിച്ചതിൻ്റെ ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് തൊഴുതു പിടിച്ച് കണ്ണുമടച്ച ധ്യാനത്തോടുകൂടി നിശ്ചേഷ്ടനായി സ്വൽപ്പനേരം നിന്നു. അപ്പോഴേക്കും ആഴി കൂട്ടിയിരുന്ന വിറകെല്ലാം എരിഞ്ഞടങ്ങി നല്ല കനലായി കഴിഞ്ഞു. ആ സമയം കൊട്ടും ഘോഷവും ആർപ്പും കുരവയും ശംഖുവിളിയും കതിനാവെടിയും വെടിക്കെട്ടും മറ്റും കൊണ്ട് ലോകമപ്പാടെ ഞടുങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ നിശ്ചേഷ്ടനായി നിന്നിരുന്ന പൂശാരിയുടെ ശരീരം ആകപ്പാടെ ഒന്ന് വിറച്ചു. ഉടനെ അയാൾ തുള്ളിത്തുടങ്ങുകയും അരിവാൾ, വേൽ, കപ്പര, ഈ കപ്പര എന്ന് വെച്ചാൽ ഭസ്മപാത്രം, അതിനാണ് കപ്പര എന്ന് പറയുക, ഇതൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ആഴിക്കും കൊടിക്കും പൂജാസ്ഥലത്തിനും കൂടി 3 പ്രദക്ഷിണം വച്ചിട്ട് ആഴിയിൽ കയറി നിൽക്കുകയും ചെയ്തു. അവിടെ നിന്ന് കുറച്ചു നേരം തുള്ളിയപ്പോൾ ആഴി നിരന്നു. പിന്നെ അവിടെ നിന്നിറങ്ങിയിട്ട് കപ്പരയിൽ നിന്നും സ്വൽപ്പം ഭസ്മമെടുത്ത് കൊടിയിന്മേലിട്ടു. ഉടനെ കൊടി വിറച്ചു വിറച്ച് സ്വയമേവ തുള്ളിത്തുടങ്ങി. പിന്നെ പൂശാരി തുള്ളിക്കൊണ്ട് തന്നെ കപ്പരയിൽ നിന്ന് ഒരു പിടി ഭസ്മം വാരിയെടുത്ത് ജനക്കൂട്ടത്തിലേക്ക് എറിഞ്ഞു. അപ്പോ കറുപ്പൻ തുള്ളലിൽ വിശ്വാസമില്ലാത്തവരായി അവിടെ വന്നുകൂടിയിരുന്നവരെല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട് തുള്ളിത്തുടങ്ങി. അവരെല്ലാവരും ആഴിയിൽ ചാടി ചവിട്ടി നിരത്തിയതിൻ്റെ ശേഷം, അയ്യോ, കറുപ്പസ്വാമിയെ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ദാഹം കലശിലായിരിക്കണു എന്ന് വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. പൂശാരി കരിക്കൻ വെള്ളവും ചാരായവും കൂട്ടിയെടുത്ത് എല്ലാവരുടെയും മേൽ തളിച്ചു. ഉടനെ അവരുടെ ദാഹം ശമിച്ചു. എങ്കിലും തുള്ളൽ നിന്നില്ല. ആ സമയത്ത് കോഴിമുട്ടകളെല്ലാം കോഴികളായി തീർന്നു. പൂശാരി ആ കോഴികളെയെല്ലാം വെട്ടുകയും ആഴിയിൽ നിന്നും ഭസ്മം വാരിയെടുത്ത് കൊടിയിന്മേലും തുള്ളിക്കൊണ്ടു നിന്ന ജനങ്ങളുടെ മേലും എറിയുകയും അപ്പോ എല്ലാവരുടെയും തുള്ളൽ നിൽക്കുകയും ചെയ്തു. പിന്നെയും പൂശാരിയുടെ തുള്ളൽ നിന്നില്ല. പൂശാരി കളഭമെടുത്ത് തൻ്റെ ദേഹത്തെല്ലാം പൂശി പ്രസാദമായിട്ട് ജനങ്ങൾക്കെല്ലാവർക്കും കൊടുക്കുകയും ചെയ്തിട്ട്, ഹേയ്, നിങ്ങളുടെ വഴിപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, എനിക്ക് ഇഷ്യു വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. ഉടനെ തുള്ളലും നിന്നു. തുള്ളൽ നിന്നയുടനെ പൂശാരി അവിടെ വീണു. അപ്പോ കൊട്ടും ഘോഷവുമെല്ലാം നിർത്തി. പരികർമ്മികളും മറ്റും കൂടി പൂശാരിയെ വീശിക്കൊണ്ടു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പൂശാരി സ്വബോധത്തോടുകൂടി എഴുന്നേറ്റ് കാലും കയ്യും മുഖവും കഴുകി അത്താഴവും കഴിച്ച് അന്ന് അവിടെ താമസിക്കുകയും പിറ്റേ ദിവസം രാവിലെ പരികർമ്മികൾ മുതലായവരോടുകൂടി അച്ചൻകോവിലേക്ക് പോവുകയും ചെയ്തു. പൂശാരിയെയും പരികർമ്മികളെയും യഥായോഗ്യം ദക്ഷിണയും സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചാണ് പറഞ്ഞയച്ചതെന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. അങ്ങനെ തടി കിട്ടിയതിൽ സന്തുഷ്ടരായ കരനാഥന്മാരും മറ്റും കൂടി ഉത്സാഹിച്ച് അധികം താമസിയാതെ തന്നെ ഒരു സുമുഹൂർത്തത്തിൽ ആറന്മുള ദേവസന്നിധിയിൽ യഥാവിധി ധ്വജപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇത് കൂടാണ്ട് ഒരിക്കൽ കാളിനായ്ക്കൻ എന്നൊരാള് ആലപ്പുഴയെ തടിക്കുത്തക ഏറ്റിരുന്നു. കുത്തകക്കാര് തടി വെട്ടിയിറക്കി വൃശ്ചികമാസം 30-ാം തീയതിക്കകം ആലപ്പുഴയെ കച്ചവടം വകയിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു ഏർപ്പാട്. അതിനാൽ കുത്തകക്കാർ ചിങ്ങം കന്നി മാസങ്ങളിൽ തടികൾ വെട്ടിയിറക്കി നദീതീരങ്ങളിൽ കൊണ്ടുവന്ന് ശേഖരിക്കുകയും തുലാവർഷത്തിൻ്റെ വെള്ളപ്പൊക്കത്തോടുകൂടി ആറ്റിലിറക്കി ചെങ്ങാടം കെട്ടി ആലപ്പുഴ കൊണ്ടുചെന്ന് ഏൽപ്പിക്കുകയാണ് പതിവ്. ആ പതിവനുസരിച്ച് ഒരു കൊല്ലം കാളിനായ്ക്കൻ തടികൾ ശേഖരിച്ചിരുന്നത് അച്ചൻകോവിലിൽ നിന്നും 2-3 നാഴിക പടിഞ്ഞാറ് കല്ലാറ എന്നു പേരായ നദിയുടെ തീരപ്രദേശങ്ങളിലായിരുന്നു. അക്കൊല്ലം കന്നിമാസത്തിലെ ഉണക്ക് അതികഠിനമായിരിക്കുകയും
വൃശ്ചികമായിട്ടും തുലാവർഷം ആരംഭിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് കല്ലാറ്റിൽ വെള്ളം വളരെ കുറവായിരുന്നു. എന്നു മാത്രമല്ല, കല്ലാർ അച്ചൻകോവിലാറ്റിൽ വന്നുകൂടുന്ന സ്ഥലത്ത് ആറ്റിൽ വിലങ്ങനെ 3 വലിയ പാറകളുണ്ടായിരുന്നു. ആ പാറകളുടെ മുകളിൽ കൂടി തടികൾ ഇറക്കി കൊണ്ടുപോരാൻ തക്കവണ്ണം വെള്ളം പൊങ്ങുന്ന സമയങ്ങളിലല്ലാതെ അതിലെ കൂടി തടികൾ കൊണ്ടുപോരുന്നതിന് യാതൊരു നിവർത്തിയില്ലായിരുന്നു. ആ കൊല്ലം അങ്ങനെ സംഭവിച്ചു എന്നല്ലാതെ അത് സാധാരണ അല്ലായിരുന്നു. ആണ്ടുതോറും കാലവർഷത്തിലും തുലാവർഷത്തിലും ആ പാറകളുടെ മുകളിൽ കൂടി തടികൾ കടത്തിക്കൊണ്ടു പോരുവാൻ തക്കവണ്ണം വെള്ളം പൊങ്ങുക പതിവായിരുന്നു. അതുകൊണ്ടാണ് നായ്ക്കൻ അവിടെ തടികൾ ശേഖരിച്ചത്. തടിക്കുത്തകക്കാർക്ക് വളരെ ലാഭമുള്ള ഏർപ്പാടാണെങ്കിലും അവധി കഴിയുന്നതിന് മുമ്പ് തടികൾ ആലപ്പുഴ കൊണ്ടുചെന്ന് ഏൽപ്പിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം നേരിടുകയും ചെയ്യും. അതിനാൽ കാളിനായ്ക്കൻ ഏറ്റവും വ്യസനാക്രാന്തനായി തീർന്നു. അയാൾ ആലോചിച്ചിട്ട് ഇതിന് യാതൊരു നിവർത്തി മാർഗവും കാണാത്തതുകൊണ്ട് ഒടുക്കം അച്ചൻകോവിലിൽ ചെന്ന് അയ്യപ്പസ്വാമിയെയും പരിവാരമൂർത്തികളെയും വന്ദിക്കുകയും യഥായോഗ്യം വഴിപാടുകൾ നടത്തുകയും ചെയ്തിട്ട് നടയിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ അയ്യപ്പസ്വാമി, ഇതിന് എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടാക്കി തരണേ. ഞാൻ ആലപ്പുഴ കടപ്പുറത്ത് വച്ച് എൻ്റെ ശക്തിക്ക് തക്കവണ്ണം ഒരു കറപ്പനൂട്ട് കഴിച്ചേക്കാം എന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ നായ്ക്കൻ കിടന്നുറങ്ങിയപ്പോൾ ഒരാള് അയാളുടെ അടുക്കൽ ചെന്നു. ഹേയ്, താനൊട്ടും വിഷമിക്കണ്ട, പാറകളൊക്കെ മാറ്റിയിരിക്കണു, തടികൾ കടത്തിക്കൊണ്ട് പോയിക്കോളുക എന്ന് പറഞ്ഞതായി അയാൾക്ക് തോന്നി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും ഇത് തന്നെക്കുറിച്ച് പ്രസാദിച്ചിട്ട് അയ്യപ്പസ്വാമിയോ കറുപ്പസ്വാമിയോ കൽപ്പിച്ചതാണെന്ന് അയാൾ അങ്ങോട്ട് വിശ്വസിച്ചു. പിറ്റേ ദിവസം രാവിലെ അയാൾ ആ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ വിലങ്ങത്തിൽ കിടന്നിരുന്ന പാറകൾ നെടുനീളത്തിലായിരിക്കുന്നതും അവയുടെ ഇടയിൽ കൂടി തടികൾ കടത്തിക്കൊണ്ടു പോകുവാൻ തക്കവണ്ണം വാലുകൾ പോലെ 2 കൈവഴികൾ തെളിഞ്ഞിരിക്കുന്നതായും കണ്ടു. അപ്പോ അയാളുടെ മനസ്സിൽ വളരെ സന്തോഷവും വിസ്മയവും ജനിച്ചു എന്ന് മാത്രമല്ല, അയ്യപ്പസ്വാമിയെയും പരിവാരമൂർത്തികളെയും കുറിച്ചുണ്ടായിരുന്ന ആ ഭക്തിവിശ്വാസങ്ങൾ ശതഗുണീഭവിക്കുകയും ചെയ്തു. അയാൾ തടികൾ വെള്ളത്തിലിറക്കി ചങ്ങാടം കെട്ടി നിഷ്പ്രയാസം കൊണ്ടുപോയി അവധിക്ക് മുമ്പ് ആലപ്പുഴ ഏൽപ്പിച്ചു. ആ പ്രാവശ്യം അയാൾക്ക് പതിവിൽ കൂടുതൽ ലാഭം കിട്ടി. അതിനാൽ പിന്നെയും അച്ചൻകോവിലിൽ ചെന്ന് അയ്യപ്പസ്വാമിക്കും പരിവാരമൂർത്തികൾക്കും യഥായോഗ്യം വഴിപാടുകൾ കഴിച്ചു വന്ദിച്ചു. അക്കാലത്ത് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ദേവസ്വം വകയായിട്ടുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം പൊട്ടിയും തുളഞ്ഞും കേട് സംഭവിച്ചവയുമായിരുന്നു. അതിനാൽ അയാൾ നാഴി മുതൽ 40 നാഴി അരി വയ്ക്കാവുന്ന അനേകം പാത്രങ്ങൾ പുത്തനായി വാർപ്പിച്ച് നടക്ക വച്ചു. അവയിൽ ചില പാത്രങ്ങൾ ഇപ്പോഴും അവിടെ കാണാനുണ്ട്. അങ്ങനെ അധികം താമസിയാതെ കാളിനായ്ക്കൻ കറുപ്പനൂട്ടിനുള്ള ചാർത്ത് വാങ്ങുകയും അതിൻ പ്രകാരം സകലതും വട്ടം കൂട്ടി ആലപ്പുഴയെ കടപ്പുറത്തു വച്ച് കെങ്കേമമായി കറുപ്പനൂട്ട് നടത്തുകയും ചെയ്തു. സഞ്ചായം ഡിപ്പാർട്ട്മെൻറ്റുകാർ സർക്കാർ വകയായി ഒരു കറപ്പനൂട്ട് ആണ്ടുതോറും പതിവായി നടത്തി വന്നിരുന്നു. പക്ഷേ വർണ്ണീടു സായിപ്പവർകൾ സഞ്ചയം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരിയായി വന്നപ്പോൾ അത് വേണ്ടാന്ന് വച്ചു. അക്കൊല്ലം കോന്നി മുതലായ സ്ഥലങ്ങളിൽ കുഴികളിൽ ആന വീണില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് സായിപ്പവർകൾ ചോദിച്ചപ്പോൾ പതിവുള്ള കറപ്പനൂട്ട് നടത്താഞ്ഞിട്ടായിരിക്കുമെന്ന് ഹിന്ദുക്കളായ ജീവനക്കാർ പറഞ്ഞു. അത് കേട്ടപ്പോൾ സായിപ്പവർകൾ പറഞ്ഞു, ഓഹോ, എന്നാൽ കുഴികളിൽ ആനകൾ വീഴട്ടെ, കറപ്പനൂട്ട് നടത്തിയേക്കാം എന്ന് സായിപ്പവർകൾ സമ്മതിച്ചു. പിന്നെ മുറയ്ക്ക് കുഴികളിൽ ആന വീണു തുടങ്ങി. എങ്കിലും സായിപ്പവർകൾ കറപ്പനൂട്ട് നടത്തിയില്ല. അപ്പോ കുഴികളിൽ നിന്നും കയറ്റി കൂട്ടിലാക്കിയ ആനകൾ കൂട്ടിൽ കിടന്നും കുഴികളിൽ വീഴുന്ന ആനകൾ
കുഴികളിൽ തന്നെ കിടന്നും ചത്തു തുടങ്ങി. അങ്ങനെ അനേകം ആനകൾ ചത്തുപോവുകയാൽ സർക്കാരിലേക്ക് വളരെ നഷ്ടം സംഭവിച്ചു. ആ സമയത്ത് സായിപ്പ് അവർകൾ നല്ല മനസ്സോടുകൂടിയല്ലെങ്കിലും കറപ്പനൂട്ട് നടത്താമെന്ന് സമ്മതിക്കുകയും പതിവിൽ കൂടുതലായി വട്ടങ്ങൾ കൂട്ടി ദിവസം നിശ്ചയിച്ച് പൂശാരിയെ അറിയിക്കുകയും ചെയ്തു. പൂശാരിക്ക് കോന്നിയിലും ഒരു വീടുണ്ട്. അതിൻ്റെ പേര് വാര്യ വീട് എന്നാണ്. അവിടെയാണ് ഈ വിവരം അറിയിച്ചത്. കറപ്പനൂട്ട് സഞ്ചായം കച്ചേരിയുടെ സമീപത്തു വച്ചു തന്നെ നടത്തണമെന്നായിരുന്നു സായിപ്പ് അവർകളുടെ ഉത്തരവ്. അതിനാൽ അവിടെയാണ് പന്തലിട്ട് കെട്ടി വിധാനിച്ച് അലങ്കരിച്ച് സാമാനങ്ങളെല്ലാം ശേഖരിച്ചു വച്ചത്. കറുപ്പനൂട്ടിനു നിശ്ചയിച്ച 2-3 ദിവസത്തിനു മുമ്പേ സായിപ്പ് അവർകൾ 11 ഭരണികളിൽ ചാരായം നിറപ്പിച്ച് അടച്ചു കെട്ടിച്ച പന്തലിനു സമീപം വലിയ കുഴികൾ കുഴിപ്പിച്ചു. ഭരണികൾ കുഴികളിൽ വെപ്പിച്ച് മണ്ണിട്ട് മൂടിച്ചു. ഇത് മറ്റാരും അറിയാതെ സായിപ്പ് അവർകൾ തൻ്റെ വിശ്വസ്തന്മാരായ 1-2 ഭൃത്യന്മാരെ കൊണ്ട് ഏറ്റവും രഹസ്യമായിട്ടാണ് ചെയ്യിച്ചത്. പിന്നെ ആഴിക്ക് 10 ദണ്ഡ് സമചതുരത്തിലും 1.5 ദണ്ഡ് താഴ്ചയിലും ഒരു കുഴി കുഴിച്ച് അതിൽ വലിയ പാഴ്മരത്തടികൾ ആനകളെ കൊണ്ട് പിടിച്ചു വരുത്തിച്ച് നിരത്തി ഇടിവിച്ച് തീയുമിട്ടു. തടികൾക്ക് തീ പിടിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ മീതെ 10 ആനച്ചെങ്ങലകളും ഇടുവിച്ച് അതിൻ്റെ മീതെയും തടികൾ നിരത്തിച്ച് അവയ്ക്കും തീയിട്ടു. അങ്ങനെ നിശ്ചിത ദിവസം സന്ധ്യയ്ക്ക് മുമ്പായി പൂശാരി പരികർമ്മികൾ മുതലായവരോടുകൂടി നിശ്ചിത സ്ഥലത്തെത്തി. ഉടനെ കുളിച്ചുടുത്ത് കെട്ടി ഉത്തരീയം മുതലായവയും ധരിച്ച് പന്തലിൽ ചെന്നു. അവിടെയുള്ള വട്ടങ്ങൾ ആകപ്പാടെ കണ്ടപ്പോൾ അയാൾ സ്വൽപ്പനേരം വല്ലാതെ അന്ധനായി നിന്നുപോയി. ഇത്ര വലിയ ആഴിയും മറ്റും അയാൾ ഇതിനു മുമ്പ് മറ്റെങ്ങും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ധൈര്യത്തെ അവലംബിച്ചുകൊണ്ട് സ്വൽപ്പം ചന്ദനവും പൂവും വെള്ളവും കൂടി കയ്യിലെടുത്ത് കിഴക്കോട്ട് ആരാധിച്ചിട്ട് കണ്ണുമടച്ച് തൊഴുതു പിടിച്ചുകൊണ്ട് സ്വൽപ്പനേരം നിന്നു. പിന്നെ മുറയ്ക്ക് പൂജ ആരംഭിച്ചു. അപ്പോഴേക്കും ആ ദിക്കിലുള്ള സകല ജനങ്ങളും കുടുംബസഹിതം അവിടെ വന്നു ചേർന്നു. ആഴിയുടെ വലിപ്പവും മറ്റും കണ്ട് എല്ലാവരും ഭയപ്പെടുകയും സായിപ്പ് അവർകൾ കറുപ്പസ്വാമിയെ പരീക്ഷിക്കാൻ ഭാവിക്കുകയാണെന്നറിഞ്ഞ് എൻ്റെ അയ്യപ്പസ്വാമി, കറുപ്പസ്വാമി അവമാനിക്കാനിടയാക്കരുതേ എന്ന് മനസ്സാ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് സായിപ്പ് അവർകൾ പന്തലിന് പുറത്ത് ഒരു സ്ഥലത്ത് ഒരു കുതിരച്ചമ്മട്ടി കയ്യിലെടുത്തുകൊണ്ട് ഒരു കസേരയിൽ വന്നിരുന്നു. പൂജ കഴിഞ്ഞ് കർപ്പൂരാരാധന ആയപ്പോഴേക്കും പാണ്ഡിവാദ്യം, നാഗസ്വരം, പഞ്ചവാദ്യങ്ങൾ, ചെണ്ട, ശംഖ് മുതലായവയുടെ നാദം കൊണ്ട് ദിശ്ചക്രവാളം മാറ്റുലി കൊണ്ടു തുടങ്ങി. ജനങ്ങൾ ആർപ്പും കുരവയും ശരണം വിളിയും പൊടി പൊടിച്ചു തുടങ്ങി. പൂശാരിയുടെ ഭാവം ആകപ്പാടെ മാറിത്തുടങ്ങി. ദേഹം വിറച്ചു തുടങ്ങി. കപ്പരയും അരിവാളും വേലും കയ്യിലെടുത്തുകൊണ്ട് അയാൾ തുള്ളിത്തുടങ്ങി. അയാളുടെ മുഖഭാവവും മറ്റും കണ്ടാൽ സാക്ഷാൽ കറുപ്പസ്വാമിയാണെന്ന് തന്നെ തോന്നുമായിരുന്നു. അയാൾ ഭസ്മം വാരി ജനങ്ങൾക്ക് കൊടുത്തിട്ട് സായിപ്പിൻ്റെ മുമ്പിൽ ചെന്ന് എന്നെ പരീക്ഷിക്കുകയാണ് അല്ലേ, ആട്ടെ എന്ന് പറഞ്ഞു. സായിപ്പ് അത് കേട്ട് പുച്ഛഭാവത്തിൽ ഒന്ന് ചിരിക്കുകയും മലയാളി സാധു സാധു എന്ന് പറയുകയും ചെയ്തു. പൂശാരി പിന്നെ ചാരായഭരണികൾ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് ചെന്ന് നിന്നുകൊണ്ട് കപ്പറയിൽ നിന്നും സ്വൽപ്പം ഭസ്മമെടുത്ത് മേൽപോട്ടെറിഞ്ഞിട്ട് ഒന്നട്ടഹസിച്ചു. ആ സമയത്ത് ചാരായഭരണികളുടെ മീതെ മൂടിയിരുന്ന മണ്ണും അടപ്പുമെല്ലാം തനിയെ മാറി. ചാരായം തീപ്പൊരികളായി പൂക്കുറ്റികളിൽ നിന്നെന്ന പോലെ മേൽപോട്ട് പോയി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ പൂശാരി ഇനി ഭരണികൾ വല്ലതുമുണ്ടോ എന്ന് നോക്കാൻ സായിപ്പിനോട് പറഞ്ഞു. സായിപ്പ് അവർകൾ ഭരണികൾ എടുത്തു നോക്കിയപ്പോൾ അവയുടെ അകത്ത്
ചാരായത്തിൻ്റെ ഗന്ധം പോലുമില്ലായിരുന്നു. അപ്പോ സായിപ്പും സ്വൽപ്പം വല്ലാതെയായി. പിന്നെ പൂശാരി സായിപ്പിൻ്റെ കയ്യിലിരുന്ന ചമ്മട്ടി തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് സായിപ്പിൻ്റെ കുതിരയുടെ അടുക്കലെത്തി. ആ കുതിര വളരെ പിണക്കമുള്ളതും അന്യന്മാരെ അടുക്കലടുപ്പിക്കാത്തതും സാമാന്യത്തിലധികം വലുതുമായിരുന്നു. ആ കുതിരപ്പുറത്ത് നിഷ്പ്രയാസം ചാടിക്കേറിയിട്ട് പൂശാരി ആഴിയിലേക്ക് കുതിരയെ നടത്തി. കുതിര ആഴിയിൽ ചാടി നിന്നുകൊണ്ട് തുള്ളിത്തുടങ്ങി. ആ കുതിരയുടെ തുള്ളൽ കൊണ്ട് കനലെല്ലാം ചാരമായി പറന്നു. പിന്നെ പൂശാരി കുതിരപ്പുറത്ത് നിന്നിറങ്ങിയിട്ട് കുതിരയെ സായിപ്പിൻ്റെ അടുക്കിലേക്ക് വിട്ടു. സായിപ്പ് അവർകൾ പരിശോധിച്ചു നോക്കിയപ്പോൾ കുതിരയ്ക്ക് യാതൊരു തരക്കേടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോ സായിപ്പ് അവർകൾ അത്യന്തം വിസ്മയാകുലനായി തീർന്നു. പൂശാരി പിന്നെയും ആഴിയിൽ ചാടി തുള്ളി. അപ്പോ ചെങ്ങലകളെല്ലാം പഴുത്ത് തീക്കനൽ പോലെയായി കിടന്നിരുന്നു. പൂശാരി ആ ചെങ്ങലകൾ വാരിയെടുത്ത് ദേഹത്തിലെല്ലാം അണിഞ്ഞിട്ട് ഒരു ചെങ്ങല കയ്യിലെടുത്തും കൊണ്ട് സായിപ്പിൻ്റെ അടുക്കൽ ചെന്ന് ഹേയ്, ഇത് മേടിക്കണം എന്ന് പറഞ്ഞു. സായിപ്പ് സ്വബോധത്തോടു കൂടിയോ എന്തോ ഉടനെ 2 കൈയും നീട്ടി അതങ്ങട് മേടിച്ചു. തീക്കട്ട പോലെ ഇരുന്ന ആ ആനച്ചങ്ങല അപ്പോ പച്ചവെള്ളം പോലെ തണുപ്പുള്ളതും പൂ പോലെ കനം കുറഞ്ഞതുമായിട്ടാണ് സായിപ്പ് അവർകൾക്ക് തോന്നിയത്. ഉടനെ അത് താഴെയിടാൻ പൂശാരി പറഞ്ഞു. സായിപ്പ് അവർകൾ താഴെയിട്ടു. പിന്നെയും എടുക്കാൻ പൂശാരി പറഞ്ഞു. സായിപ്പ് അവർകൾ അതെടുക്കാനായി കൈകൾ ചെങ്ങലയുടെ അടുക്കലേക്ക് നീട്ടിയപ്പോൾ തീക്കനലിൻ്റെ അടുക്കൽ കൈ കൊണ്ടു ചെന്നതുപോലെ ചൂട് തോന്നുകയാൽ എടുത്തില്ല. അപ്പോൾ പൂശാരി, അതായത് ആ ശരീരത്തിലുള്ള കറുപ്പസ്വാമി പറഞ്ഞു, ഹേയ്, എന്താ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇനിയും വല്ലതും ഭാവമുണ്ടോ എന്ന് ചോദിച്ചു. ഇതിനുത്തരമായിട്ട് സായിപ്പ് അവർകൾ പറഞ്ഞു, ഇല്ല, ഇനി പരീക്ഷയൊന്നും വേണമെന്ന് വിചാരിക്കണില്ല. ഇത്രയും പരീക്ഷിച്ചത് തന്നെ അബദ്ധമായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എൻ്റെ ഈ അപരാധം കറുപ്പസ്വാമി സദയം ക്ഷമിക്കണം. ഇതിന് പ്രായശ്ചിത്തമായി ആണ്ടുതോറും ഒരു കറുപ്പനൂട്ട് ഗവൺമെൻറ് വകയായിട്ടുള്ളത് കൂടാതെ തൻ്റെ പേർക്ക് വിശേഷാൽ ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം നടത്തിയേക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂശാരി പറഞ്ഞു, ഹേയ്, അന്യമതക്കാരനായ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വിശ്വാസമില്ലാതെ ഇരുന്നത് ഒരത്ഭുതമല്ല. എന്നു മാത്രമല്ല, നിങ്ങളെ പക്ഷവാതം ബാധിക്കാറായിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. അതിനാൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. വളരെ സന്തോഷമായിരിക്കണു എന്ന് പറഞ്ഞ് കലി ഉടനെ അടങ്ങുകയും ചെയ്തു. ഇതു കഴിഞ്ഞ് അധികം താമസിയാതെ വർണ്ണീട് സായിപ്പ് അവർകൾക്ക് പക്ഷവാതം ആരംഭിച്ചു. വാദത്തിന് ഇംഗ്ലീഷ് ചികിത്സ ഫലിക്കില്ല എന്നറിയാമായിരുന്നതുകൊണ്ട് സായിപ്പ് അവർകൾ തൻ്റെ ദീനത്തിന് നാട്ടുചികിത്സകളാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഏതാനും കൊല്ലങ്ങൾ കൂടി അവിടെ തന്നെ കഴിച്ചുകൂട്ടി. ഒടുക്കം നാട്ടുചികിത്സയും ഫലിക്കാതെയായതിനാൽ അദ്ദേഹം ശീമയ്ക്കു പോകുകയും ചെയ്തു. വർണ്ണീട് സായിപ്പ് അവർകൾ ഉദ്യോഗമായി അവിടെ ഇരുന്നിരുന്ന കാലത്തെല്ലാം ഗവൺമെൻറ് വകയായിട്ടുള്ളത് കൂടാതെ അദ്ദേഹത്തിൻ്റെ വഴിപാടായിട്ടും ഓരോ കറപ്പനൂട്ട് ആണ്ടുതോറും പതിവായി നടത്തിയിരുന്നു. അദ്ദേഹം പോയതിനു ശേഷം ആ സ്ഥാനത്ത് വന്ന സായിപ്പന്മാരും ആ പതിവ് മുടക്കിയില്ല. അവരെല്ലാവരും കറപ്പനൂട്ട് നടത്തിയിരുന്നത് അരുവാപ്പാലത്ത് മണൽപ്പുറത്തു വച്ചായിരുന്നു. അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ ചില കള്ളന്മാർ വഴിപാട് കഴിക്കുകയും മറ്റു ചില കള്ളന്മാർ അകത്തു കടന്ന് തിരുവാഭരണം മുതലായവ മോഷ്ടിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ തിരുവിതാംകൂറിൻ്റെ അതിർത്തി സ്ഥലങ്ങളിൽ വ്യാജപ്പുകയിലയുടെ പ്രചാരം ധാരാളമായിട്ടുണ്ടായിരുന്നല്ലോ. ചെങ്കോട്ട മുതലായ സ്ഥലങ്ങളിലാണ് ഇത് അസാമാന്യമായി വർദ്ധിച്ചിരുന്നത്. ചെങ്കോട്ട മുതലായ സ്ഥലങ്ങളിലേക്ക് വ്യാജപ്പുകയില രാത്രികാലങ്ങളിൽ
അച്ഛൻ കോവിലിൽ കൂടിയാണ് കടത്തിക്കൊണ്ട് പോകുക പതിവ്. ആ സമയത്ത് സർക്കാർ ആളുകൾ കണ്ടുപിടിക്കാതെയും കാട്ടുമൃഗങ്ങൾ ഉപദ്രവിക്കാതെയും ഇരിക്കുന്നതിനായിട്ട് ഈ കള്ളക്കച്ചവടക്കാർ കറുപ്പസ്വാമിയുടെ നടയിൽ 4, 5, 8, 10 രൂപ വീതം കാണിക്കയിട്ട് വച്ച് പോകാറുണ്ടായിരുന്നു. അങ്ങനെ വ്യാജ പുകയിലക്കാർ രാത്രിയിലിടുന്ന വകയായിട്ട് തന്നെ കറുപ്പൻ പൂശാരിക്ക് പ്രതിദിനം രാവിലെ 50, 60, 70, ചില ദിവസം 100 രൂപ വീതം കിട്ടിക്കൊണ്ടിരിക്കുക ഒരു പതിവായിരുന്നു. ഇപ്പോ സർക്കാർ ആളുകളുടെ സൂക്ഷിപ്പും കാവലും മുറുകിയതോടുകൂടി അവിടെ അങ്ങനെയൊന്നും വരാതെയും പൂശാരിക്ക് കിട്ടാതെയുമായി. ഒരിക്കൽ 8 മറവർ കൂടി രാത്രി സമയം അച്ഛൻ കോവിലിൽ വന്ന് ക്ഷേത്രത്തിൽ കയറി ചില തിരുവാഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. അവ അതിരുമല, അതായത് മലയാളത്തിൻ്റെയും പാണ്ഡ്യയുടെയും അതിർത്തിയിലുള്ള മല, അതിനാണ് അതിരുമല എന്ന് പറയുക. ആ മലയുടെ സമീപത്ത് ഒരു വൃക്ഷച്ചുവട്ടിൽ ചെന്നപ്പോൾ തിരുവാഭരണങ്ങളെല്ലാം അവിടെ വച്ചിട്ട് വൃക്ഷത്തിന് പ്രദക്ഷിണം വച്ചു തുടങ്ങി. മോഷണം നടന്നതിൻ്റെ 3-ാം ദിവസം വിവരമറിഞ്ഞ് പോലീസുകാർ ക്ഷേത്ര സന്നിധിയിലെത്തി. ആ സമയത്ത് കറുപ്പസ്വാമിയുടെ അധിവാസമുണ്ടായതുകൊണ്ട് പൂശാരി തുള്ളി പോലീസുകാരെ കൂട്ടിക്കൊണ്ടുപോയി ആ കള്ളന്മാരെ കാണിച്ചു കൊടുത്തു. അതിനാൽ ആ മറവർക്ക് ശിക്ഷയും ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണവും കിട്ടി. മറവർ പ്രദക്ഷിണം വച്ച വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കറുപ്പസ്വാമിയുടെ ഒരു പ്രതിഷ്ഠ പണ്ടേ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ കറുപ്പസ്വാമിയാണ് ആ മറവരെ വിട്ടയക്കാതെ 3 അഹോരാത്രം അവിടെ പ്രദക്ഷിണം വെപ്പിച്ചത്. അച്ഛൻ കോവിൽ ക്ഷേത്രത്തിൽ നിന്ന് ആ സ്ഥലത്തേക്ക് 5-6 നാഴികയിലധികം ദൂരമില്ല. ആ മറവരെ അകപ്പെടുത്തിയത് കറുപ്പസ്വാമിയാണെന്നറിഞ്ഞപ്പോൾ മറവർക്ക് ആകപ്പാടെ കറുപ്പസ്വാമിയോട് വലിയ വിരോധമായി. കറുപ്പസ്വാമിയെ കഴിവുള്ളിടത്തോളം ദ്രോഹിക്കണമെന്ന് അവർ തീർച്ചയാക്കി. ഒരിക്കൽ 2 മറവർ കൂടി അച്ഛൻ കോവിലിൽ വന്ന് രാത്രി സമയം കറുപ്പസ്വാമി കോവിലിൽ കയറി. കായംകുളത്ത് രാജാവ് പണ്ടൊരിക്കൽ കറുപ്പസ്വാമിക്ക് വഴിപാടായി നടക്ക വച്ച ഒരു വെള്ളിപ്രഭയും സ്വർണം കൊണ്ടുള്ള ഒരരിവാളും ഒരു വേലും ഒരു കപ്പരയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവ ഈ മറവര് തട്ടിക്കൊണ്ടുപോയി. ക്ഷേത്രത്തിൽ നിന്ന് ചില സാമാനങ്ങൾ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പോലീസ് സൂപ്രണ്ട് മുതലായവർ അച്ഛൻ കോവിലെത്തി. അന്ന് പോലീസ് സൂപ്രണ്ടായിരുന്നത് സാക്ഷാൽ ത്രിവിക്രമൻ തമ്പിയായിരുന്നു. പോലീസുകാർ സ്ഥലത്തെത്തിയ ഉടനെ ക്ഷേത്ര സംബന്ധികളെയും അയൽവാസികളെയും മറ്റും പിടിച്ച് മർദ്ദിക്കാൻ ആരംഭിച്ചു. ആ സമയം കറുപ്പസ്വാമിയുടെ അധിവാസമുണ്ടായിട്ട് പൂശാരി തുള്ളി സൂപ്രണ്ടിൻ്റെ അടുക്കൽ ചെന്ന്, ഹേയ്, ഇവിടെയുള്ളവരെ വെറുതെ പിടിച്ച് ഉപദ്രവിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തെങ്കാശി ക്ഷേത്രത്തിന് സമീപം റോഡരികിൽ ചെന്നിരിക്കണം. അപ്പോൾ ചുവപ്പു ശീല തലയിൽ കെട്ടിക്കൊണ്ട് ആ വഴിയെ ഒരുത്തൻ വരും. അവനെ പിടികൂടിയാൽ ഒരു പകുതി സാമാനങ്ങൾ അവൻ്റെ പക്കൽ നിന്ന് കിട്ടും. പിന്നെ അവനോട് ചോദിച്ചറിഞ്ഞ് അവൻ്റെ കൂട്ടുകാരനായി ഒരുത്തൻ കൂടിയുള്ളവനെയും പിടികൂടണം. ശേഷമുള്ള പകുതി സാമാനങ്ങൾ അവൻ്റെ പക്കൽ നിന്നും കിട്ടും എന്ന് പറഞ്ഞു. ത്രിവിക്രമൻ തമ്പി അവർക്ക് കറുപ്പസ്വാമിയെക്കുറിച്ച് നല്ല വിശ്വാസമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം അന്നു തന്നെ ചില പോലീസുകാരോടുകൂടി തെങ്കാശിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി കറുപ്പസ്വാമി കൽപ്പിച്ച സ്ഥലത്ത് കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ ഒരു ചുവപ്പു തലയിൽ കെട്ടുകാരൻ അതിലെ വരിയും അവനെയും അവൻ മുഖാന്തിരം അവൻ്റെ കൂട്ടുകാരനെയും പിടികൂടുകയും അവരിൽ നിന്ന് 1 പകുതി വീതമായി സാമാനങ്ങളെല്ലാം കിട്ടുകയും ചെയ്തു. ആ വക സാമാനങ്ങൾ ഇതുവരെ ദേവസ്വത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഹജൂർ ഖജനാവിൽ വച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി കായംകുളത്ത് രാജാവ് വെള്ളിപ്രഭയും മറ്റും കറുപ്പസ്വാമിക്ക് വഴിപാടായി നടക്ക വച്ചതിൻ്റെ കാരണം കൂടി എൻ്റെ കഥാപ്രേമികളോട് പറയാം. ഒരു കാലത്ത് കായംകുളം രാജ്യം ഭരിച്ചിരുന്ന രാജാവിന് കറുപ്പസ്വാമിയെയും മറ്റും കുറിച്ച്
വിശ്വാസവും ഭക്തിയുമൊന്നും ഉണ്ടായിരുന്നില്ല. കറുപ്പനൂട്ട് കഴിക്കുന്നത് കേവലം അനാവശ്യമാണെന്നും തുള്ളൽ ശുദ്ധമേ കള്ളമാണെന്നും കറുപ്പനൂട്ട് നടത്തുന്നത് കഥയില്ലാത്തവരും പൂശാരിയുടെ ജാടയിൽ മിരണ്ടു പോകുന്നവരുമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അഭിപ്രായത്തെ സാധൂകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ ഇടയിൽ കറുപ്പസ്വാമിയെക്കുറിച്ചും മറ്റുമുണ്ടായിട്ടുള്ള വിശ്വാസത്തെ ദൂരീകരിക്കുന്നതിനുമായി ഒരു കറുപ്പനൂട്ട് നടത്തിക്കളയാമെന്ന് നിശ്ചയിച്ച് ഒരിക്കൽ രാജാവ് ചാർത്തു വരുത്തുകയും വട്ടങ്ങളൊക്കെ കൂട്ടുകയും ചെയ്തു. എന്നാൽ രാജാവ് സ്വൽപ്പം ചില വിശേഷ വിദ്യകൾ കാണിക്കാതെ ഇരുന്നില്ല. വിറകിന് പകരം വാഴപ്പിണ്ടികൾ നിരത്തി അടുക്കിയാണ് ആഴി കൂട്ടിയിരുന്നത്. പിന്നെ നിവേദ്യത്തിനുള്ള മദ്യത്തിൽ ഉമ്മത്തിൻകായ് ധാരാളമായി അരച്ച് കലക്കുകയും ചെയ്തിരുന്നു. ഇവ രണ്ടു കൂട്ടവുമാണ് രാജാവ് വിശേഷ വിധിയായി ചെയ്യിപ്പിച്ചത്. നിശ്ചിത ദിവസം സന്ധ്യയ്ക്ക് മുമ്പായി പൂശാരിയും പരികർമ്മികൾ മുതലായവരും സ്ഥലത്തെത്തി ഊട്ടിനെല്ലാം വട്ടം കൂട്ടിയിരുന്നു. രാജമന്ദിരത്തിൻ്റെ മുറ്റത്തു തന്നെ പന്തലിട്ട് കെട്ടി വിധാനിച്ചലങ്കരിച്ചിരുന്നു. ആഴി കൂട്ടിയിരുന്നത് അതിനടുത്തുമായിരുന്നു. വാഴപ്പിണ്ടി കൊണ്ട് ആഴി കൂട്ടിയിരിക്കുന്നതും മറ്റും കണ്ടപ്പോൾ തന്നെ ഈ ഊട്ട് നടത്തുന്നത് പരീക്ഷാർത്ഥമായിട്ടാണെന്ന് പൂശാരിക്ക് മനസ്സിലായി. എങ്കിലും അയാൾ അതൊന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല. അയാൾ സന്ധ്യയ്ക്ക് മുമ്പേ തന്നെ കുളിച്ച് ഉടുത്ത് കെട്ടിച്ചമഞ്ഞ് ഉത്തരീയം മുതലായവും ധരിച്ച് പന്തലിലെത്തി. അപ്പോഴേക്കും പരികർമ്മി പൂജയ്ക്കെല്ലാം ഒരുക്കി വെച്ചൊരുക്കം കഴിഞ്ഞിരുന്നു. രാജാവ് ഊട്ട് നടത്തുന്നത് കറുപ്പസ്വാമിയെ പരീക്ഷിക്കാനായിട്ടാകുകയാൽ ഇവിടെ എന്തെങ്കിലും ചില വിശേഷ വിദ്യകൾ ഉണ്ടാകാതെ ഇരിക്കുകയില്ലെന്ന് വിചാരിച്ച് പുരുഷന്മാരും സ്ത്രീകളും വൃദ്ധന്മാരും ബാലന്മാരും മറ്റുമായി അസംഖ്യ ജനങ്ങളും സന്ധ്യയോടുകൂടി അവിടെ വന്നു ചേർന്നു. ഉടനെ പൂശാരി പൂജ ആരംഭിച്ചു. കൊട്ടും ഘോഷവും ആർപ്പും കുരവയും മറ്റും ഒട്ടും കുറവില്ലായിരുന്നു. അവയൊക്കെ സാധാരണ പതിവുകളിൽ വളരെ കൂടുതലായിരുന്നു. പൂജ ഏകദേശം പകുതിയായപ്പോഴേക്കും കാളമാടൻ, ചേപ്പറമുണ്ടൻ, ചെപ്പാണിമാടൻ മുതലായ മൂർത്തികൾ ബാധിച്ച് രാജാവിൻ്റെ പരിചാരകന്മാരിൽ തന്നെ ചിലര് തുള്ളിത്തുടങ്ങി. കാളമാടൻ ബാധിച്ചവർ കൈകളും നിലത്തുകുത്തി കാളയെപ്പോലെ നടന്നുകൊണ്ട് മുക്കറയിട്ടു തുടങ്ങി. ആ മുക്കറ ശബ്ദം കേട്ട് അവിടെ കൂടിയിരുന്നവർ മാത്രമല്ല, സമീപ സ്ഥലങ്ങളിലുണ്ടായിരുന്നവർ കൂടി ഭയപ്പെട്ടു തുടങ്ങി. ചേപ്പാറമുണ്ടൻ ആന പിടിച്ചാൽ ഇളകാത്തതും ഒരു കിണറ്റിലിട്ടിരുന്നതുമായ ഒരു കരിങ്കൽ പാലം ഒരു വടി പോലെ നിഷ്പ്രയാസം കയ്യിലെടുത്ത് വീശിക്കൊണ്ടാണ് തുള്ളിയത്. ചെപ്പാണിമാടൻ ഒരു വലിയ വൃക്ഷം ചുവടേ പറിച്ചെടുത്തുകൊണ്ട് തുള്ളി ഓടി നടന്നു. ആകപ്പാടെ പേടിച്ചിട്ട് അവിടെ എങ്ങും ആർക്കും ഇരിക്കാനും നിൽക്കാനും വയ്യാതെയായി തീർന്നു. അപ്പോ അവിടെ സമീപത്ത് നിന്നിരുന്ന ഒരു തെങ്ങിൻ്റെ അഗ്രഭാഗത്ത് ഇടിനാദം പോലെ ഒരു അട്ടഹാസം കേട്ടു. ഹേയ്, ഞാൻ കൊച്ചിട്ടനാണ്. കറുപ്പസ്വാമിക്ക് നിവേദ്യത്തിനുള്ള മദ്യം കൊടുക്കാനുള്ള അംഗീകാരവും അവകാശവും എനിക്കാണ്. അവിടെ ഇരിക്കുന്ന മദ്യം നിവേദ്യത്തിനും മനുഷ്യർക്ക് ഉപയോഗിക്കുന്നതിനും കൊള്ളില്ല. അതിൽ ഉമ്മത്തിൻകായ് അരച്ച് കലക്കിയിട്ടുണ്ട്. ഇതാ കള്ളിൻകുടങ്ങൾ വരുന്നു, പിടിച്ചോളുക എന്ന് പറയുന്നത് കേട്ടു. ഉടനെ ചെപ്പാറമുണ്ടൻ തെങ്ങിൻ്റെ ചുവട്ടിലെത്തി. കൊച്ചിട്ടാണൻ കള്ളിൻകുടങ്ങൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇട്ടുകൊടുത്തു. ചേപ്പാറമുണ്ടൻ എല്ലാം പിടിച്ച് താഴെ നിരത്തി വച്ചു. അങ്ങനെ കൊച്ചിട്ടാണൻ 101 കുടങ്ങൾ ഇട്ടുകൊടുത്തു. അവയിലെല്ലാം നിറച്ച് കള്ളുമുണ്ടായിരുന്നു. പക്ഷേ ആ തെങ്ങ് ചെത്തി തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്ര വളരെ കള്ളും കുടങ്ങളും എവിടെ നിന്നായിരുന്നു എന്ന് സ്വാമിക്ക് മാത്രം അറിയാം. കള്ളിൻ കുടങ്ങളെല്ലാം ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം കൊച്ചിട്ടാണനും താഴെ ഇറങ്ങി വന്നു. മറ്റുള്ള മൂർത്തികളുടെ കൂട്ടത്തിൽ തുള്ളിക്കൊണ്ട് ഓടി നടന്നു. ആ മനുഷ്യനും രാജാവിൻ്റെ പരിചാരക വർഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. പൂജ കഴിഞ്ഞ് കർപ്പൂരാരാധനയായപ്പോൾ കറുപ്പസ്വാമിയുടെ
അധിവാസമുണ്ടായിട്ട് പൂശാരിയും തുള്ളിത്തുടങ്ങി. പൂശാരി കർപ്പൂരത്തട്ടവും കൊണ്ട് പന്തലിൽ നിന്ന് പുറത്തിറങ്ങി. ആഴിക്ക് ഒരു പ്രദക്ഷിണം വച്ചിട്ട് കത്തിക്കൊണ്ടിരുന്ന ഒരു കർപ്പൂര കട്ടയെടുത്ത് ആഴിയിലേക്കിട്ടു. ഉടനെ വാഴപ്പിണ്ടികൾക്ക് തീ പിടിച്ച് കത്തിക്കാളി ജ്വലിച്ചു തുടങ്ങി. തീപ്പൊരികൾ മേൽപോട്ട് ഉയർന്നു 4 ദിക്കിലേക്കും പറന്നു തുടങ്ങി. അക്കാലത്ത് രാജാവിൻ്റെ കൊട്ടാരം മുതലായ കെട്ടിടങ്ങളെല്ലാം തെങ്ങോല മേഞ്ഞവയായിരുന്നു. തീപ്പൊരി പറന്നു വീണ് കെട്ടിടങ്ങൾക്ക് അഗ്നിബാധയുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് രാജാവ് കെട്ടിടങ്ങൾക്ക് മേഞ്ഞിരുന്ന ഓലയെല്ലാം പൊളിച്ചു മാറ്റിച്ചു. ഉടനെ അതികലശലായിട്ടുള്ള മഴ തുടങ്ങി. മഴവെള്ളം ആ പ്രദേശത്തെല്ലാം കുത്തിയൊലിച്ചു തുടങ്ങി. രാജാവിൻ്റെ കൊട്ടാരവും പള്ളിയറയും ഭണ്ഡാരമുറിയുമെല്ലാം വെള്ളം നിറഞ്ഞ് 4 പുറത്തേക്കും ഒഴുകിയിട്ട് ആഴിക്കകത്തും വെള്ളം നിറഞ്ഞു. അപ്പോൾ തീ കുറച്ചുകൂടി ശക്തിയോടുകൂടി കത്തി. വെള്ളം പെരുകും തോറും തീയുടെ ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. മഴവെള്ളം ആഴിക്ക് നെയ്യുന്ന പോലെയാണ് ഫലിച്ചത്. കറുപ്പസ്വാമിയും പരിവാരമൂർത്തികളും ആഴിയിൽ നിന്ന് നൃത്തം തകർത്തു. പിന്നെ പൂശാരി തുള്ളിക്കൊണ്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എന്താ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇനിയും വല്ലതും ഭാവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് അത്ഭുതം കൊണ്ട് ഭയം കൊണ്ട് ഒന്നും സംസാരിക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ പരവശനായി തീർന്നു. അദ്ദേഹം ഭയം കൊണ്ടും വിറയലോടും ഗദ്ഗദത്തോടും കൂടി, ഇല്ല പൊന്നു സ്വാമി, ഇനി ഒരു പരീക്ഷയില്ല. ഇത്രയും പരീക്ഷിച്ചത് തന്നെ വലിയ തെറ്റായിപ്പോയി എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കണത്. എൻ്റെ മൂഢത കൊണ്ട് ഞാൻ ചെയ്തു പോയ അപരാധത്തെ സ്വാമി യഥാപൂർവം ക്ഷമിക്കണമെന്ന് പശ്ചാത്താപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഈ തെറ്റിന് പ്രായശ്ചിത്തായി ഞാൻ സ്വാമിക്ക് വെള്ളി കൊണ്ട് ഒരു പ്രഭയും സ്വർണം കൊണ്ട് ഒരരിവാളും ഒരു വേലും ഒരു കപ്പരയും നടക്കി വയ്ക്കുകയും അയ്യപ്പസ്വാമിക്കും മറ്റുള്ള പരിവാരമൂർത്തികൾക്കും യഥായോഗ്യം വഴിപാടുകൾ നടത്തുകയും ചെയ്തേക്കാം എന്ന് വളരെ പണിപ്പെട്ട് പറഞ്ഞു. അത് കേട്ട ഉടനെ കറുപ്പസ്വാമി, അതായത് ആ പൂശാരി, എന്നാൽ മതി, ഞാൻ സമ്മതിച്ചിരിക്കണു, എനിക്ക് സന്തോഷമായി, ഇനി എനിക്കൊരു വിരോധമില്ല എന്ന് പറയുകയും അതോടുകൂടി തുള്ളൽ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ശേഷമുള്ളവരുടെ തുള്ളലും നിന്നു. മഴയും മാറി എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിയുകയും അധികം താമസിയാതെ രാജാവ് മേൽപ്പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കിച്ച് അച്ഛൻ കോവിലിൽ കൊണ്ടുപോയി കറുപ്പസ്വാമിക്ക് നടക്ക വയ്ക്കുകയും അയ്യപ്പസ്വാമിക്കും മറ്റുള്ള മൂർത്തികൾക്കും യഥായോഗ്യം വഴിപാടുകൾ നടത്തിയും വന്ദിച്ചു പോരുകയും ചെയ്തു. ഇങ്ങനെയാണ് കായംകുളത്ത് രാജാവ് വെള്ളിപ്രഭയും മറ്റും കറുപ്പസ്വാമിക്ക് വഴിപാടായി നടക്ക വയ്ക്കാനിടയായത്. കായംകുളത്തു രാജാവിൻ്റെ പരീക്ഷണാനന്തരം ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം ഒരു മന്ത്രവാദിയും കറുപ്പസ്വാമിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് കരുതി. കറുപ്പസ്വാമിയുടെ അധിവാസമുണ്ടായിട്ടാണ് പൂശാരി തുള്ളുന്നതെന്ന് പറയുന്നത് ശുദ്ധമേ അബദ്ധമാണെന്നായിരുന്നു മന്ത്രവാദിയുടെ വാദം. അത് അബദ്ധമല്ല, പരമാർത്ഥമാണ് എന്ന് അച്ഛൻ കോവിലിലെ തന്ത്രിയായ താഴ്മൺ പോറ്റിയും വാദിച്ചു. അവർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ മുറുകിയപ്പോൾ പോറ്റി പറഞ്ഞു, എന്നാലാട്ടെ, മഠത്തിൽ വച്ച് തന്നെ കറുപ്പനൂട്ട് നടത്തിയും അവിടെ വച്ച് തന്നെ കറുപ്പസ്വാമിയുടെ തുള്ളൽ പരമാർത്ഥമായിട്ടുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാം എന്ന് പറയുകയും വേണ്ടതെല്ലാം വട്ടം കൂട്ടിക്കൊണ്ട് പൂശാരി മുതലായവരെ വരുത്തി മുറയ്ക്ക് ഒരു കറുപ്പനൂട്ട് നടത്തിക്കുകയും ചെയ്തു. പൂജയും കർപ്പൂര ആരാധനയും കഴിഞ്ഞ് പൂശാരി തുള്ളി ആഴിയിൽ ചാടി നൃത്തം തുടങ്ങിയപ്പോൾ പോറ്റി ചോദിച്ചു, ഹേയ്, എന്താ മന്ത്രവാദി, സമ്മതിച്ചോ? സാധാരണ മനുഷ്യർക്ക് തീക്കനലിൽ കിടന്ന് ഇങ്ങനെ നൃത്തം ചെയ്യാൻ സാധിക്കുമോ എന്ന് മന്ത്രവാദിയോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ഹേയ്, ഇതൊരു വലിയ കാര്യമായി ഞാൻ വിചാരിക്കണില്ല. കറുപ്പസ്വാമിയുടെ അധിവാസമുണ്ടായിട്ടാണ് പൂശാരി തുള്ളുന്നതെങ്കിൽ അയാൾ പോയി ഒരു കടമാൻ പോത്തിനെ പിടിച്ചുകൊണ്ടുവരട്ടെ, എന്നാൽ സമ്മതിക്കാം എന്ന് പറഞ്ഞു. ഉടനെ പൂശാരി അവിടെ നിന്നിറങ്ങിപ്പോയി
ഒരു നാഴിക കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു വലിയ കടമാൻ പോത്തിനെ പിടിച്ചു വലിച്ചുകൊണ്ട് മടങ്ങി വന്നു. അത് കണ്ടപ്പോൾ മന്ത്രവാദി പറഞ്ഞു, അയ്യോ ശരി തന്നെ, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. പൂശാരി അതിനെ പുറത്തു കൊണ്ടുപോയി വിട്ടയച്ചു. പിന്നെ അതെങ്ങോട്ട് പോയി എന്ന് ആരും കണ്ടില്ല. പൂശാരി പിന്നെയും ആഴിയിൽ ചാടി നൃത്തം ചെയ്തു. അപ്പോൾ മന്ത്രവാദി പൂശാരിയുടെ കലിയടങ്ങുന്നതിന് എന്തോ ഒരു വിദ്യ പ്രയോഗിച്ചു. ആഴിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കലി അടങ്ങിപ്പോവുകയാൽ പൂശാരിയുടെ കാല് പൊള്ളി. ഉടനെ അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അധികം താമസിയാതെ ആ പൂശാരി അങ്ങോട്ട് മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ പൂശാരിയുടെ കാൽ പൊള്ളിയപ്പോൾ മുതൽ മന്ത്രവാദിയുടെ ദേഹമാസകലം ഉമിത്തിയിലിട്ടെന്ന പോലെ ഒരു പുകച്ചിലും നീറ്റലും തുടങ്ങി. അനേക ചികിത്സകൾ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അതിനാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് അയാൾ പ്രശ്നം വയ്പ്പിച്ചു നോക്കിച്ചു. അച്ചൻകോവിൽ ശാസ്താവിൻ്റെയും കറുപ്പസ്വാമിയുടെയും വിരോധം തീരാനായിട്ട് മന്ത്രവാദി അവിടെ ചില വഴിപാടുകൾ നടത്താനായി പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി. എല്ലാ പ്രാവശ്യവും അശുദ്ധിയും പ്രതിബന്ധങ്ങളും നേരിട്ട് കൊണ്ടിരുന്നതിനാൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒടുക്കം അയാളുടെ ദേഹം മുഴുവനും പൊള്ളിക്കടന്ന് വ്രണപ്പെട്ട് പഴുത്ത് വളരെ കഷ്ടത അനുഭവിച്ച് 3-ാം കൊല്ലത്തിൽ മരിക്കുകയും ചെയ്തു. സാധാരണയായി അച്ചൻകോവിൽ ശാസ്താവിൻ്റെ ഉച്ചപൂജ കഴിഞ്ഞാൽ ഉടനെ പോയി അമ്മൻകോവിലിൽ നിവേദ്യം കഴിക്കണം. അത് കഴിഞ്ഞ് വന്നിട്ടേ ശാസ്താവിൻ്റെ നടയടയ്ക്കാവൂ. അങ്ങനെയാണ് പതിവ്. ഒരിക്കൽ ഒരു ശാന്തിക്കാരൻ ശാസ്താവിൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചിട്ട് അമ്മൻകോവിലിൽ നിവേദ്യം കഴിക്കാനായി പോയി. വളരെ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹം മടങ്ങി വരാത്തത് കണ്ട് ചിലർ അമ്മൻകോവിലിൽ ചെന്ന് നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുമയും നഖങ്ങളും പല്ലുകളും മാത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അല്ലാതെയൊന്നും കണ്ടില്ല. ആ ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവം അവിടെ ദുസ്സഹമായി തീരുകയാൽ അതിനെ ആവാഹിച്ച് ഒരു വിഷ്ണു വിഗ്രഹത്തിന്മേലാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. ആ വിഷ്ണു വിഗ്രഹമാണ് അവിടെ കിഴക്കേ തേർവീതിക്ക് തെക്കുഭാഗത്തായി ഇപ്പോഴും കാണുന്നത്. ഇനി ഒരു കൊടിയുടെ ആഗമനത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ആറന്മുള ക്ഷേത്രത്തിങ്കൽ നിന്ന് ഏകദേശം 2 നാഴിക തെക്കായിട്ട് കനകമല എന്നൊരു മലയും ആ മലയിൽ ഒരു ദേവപ്രതിഷ്ഠയുമുണ്ടായിരുന്നു. അവിടത്തെ ദേവനെ എല്ലാവരും കനകമല ദേവൻ അല്ലെങ്കിൽ തേവര് എന്നാണ് പറയാറുള്ളത്. ആറന്മുള ക്ഷേത്രമുണ്ടാകുന്നതിന് മുൻപ് ആ ദിക്കുകാർ ദേശപരദേവതയായി ആചരിക്കുകയും വന്ദിക്കുകയും ചെയ്തു വന്നിരുന്നത് ആ ദേവനെയാണ്. ആ ദേവൻ ശിവനാണ്. അവിടത്തെ നാഥത്വം ഇടശ്ശേരിമല ദേശക്കാർക്കാണ്. അവിടെ ശിവരാത്രി വളരെ പ്രധാനമാണ്. ശിവരാത്രി നാള് ആ മലയിൽ അസംഖ്യം ആളുകൾ കൂടുക പതിവാണ്. അവരിൽ അധിക പേരും കുറവർ മുതലായ ജാതിക്കാരാണ്. ഇവരുടെ വഴിപാടായി ശിവരാത്രി ദിവസം അവിടെ വളരെ പണം വരും. ആ പണമെല്ലാം എടുക്കുന്നത് ഇടശ്ശേരി മലക്കാരാണ്. അവിടെ കരനാഥൻ്റെ വകയായി ഒരു കൊട്ടാരമുണ്ട്. മലയിൽ വഴിപാടായി വരുന്ന പണം ആ കൊട്ടാരത്തിൽ വിളക്കുവെപ്പിനും മറ്റുമായിട്ടാണ് ചെലവ് ചെയ്യുക പതിവ്. ഇടശ്ശേരി മലക്കരക്കാർ കനകമലത്തേവരുടെ വകയായി ഒരു കൊടിയുണ്ടാക്കി. ആ കൊടി കരനാഥൻ്റെ കൊട്ടാരത്തിലാണ് വച്ച് സൂക്ഷിക്കുന്നത്. ആറന്മുള ക്ഷേത്രമുണ്ടായപ്പോൾ കനകമലത്തേവരുടെ പ്രാധാന്യം കുറഞ്ഞുപോയി. അതിനാൽ കനകമലത്തേവരെ ആവാഹിച്ച് ആറന്മുള ദേവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് മേൽപ്പറഞ്ഞ കൊടിയിന്മേലാണ്. ആ കാലം മുതൽ ആ കൊടി ആറന്മുള ഭഗവാന്റെ വകയായി. എങ്കിലും ഇപ്പോഴും അത് വച്ച് സൂക്ഷിക്കുന്നത് പൂർവസ്ഥലത്ത് തന്നെയാണ്. ആറന്മുള ക്ഷേത്രത്തിൽ ഉത്സവകാലത്തും മറ്റും ദേവനെ എഴുന്നള്ളിക്കുമ്പോൾ ഈ കൊടി കൂടി എഴുന്നള്ളിക്കണം. അത് ഇടശ്ശേരി മലക്കരക്കാരാണ് പതിവ്. അതിന് പ്രതിഫലമായി അവർക്ക് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ചോറും
പണവും പതിവുണ്ട്. അത് ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല. ഊരുവലത്തിനും മറ്റും ആറന്മുള ദേവനെ എഴുന്നള്ളിക്കുന്നതിന് പകരം ഈ കൊടിയാണ് എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക പതിവ്. ആറന്മുള ഭഗവാന്റെ സങ്കേതത്തിൽ ഉൾപ്പെട്ട ഏതു ദേശത്തെങ്കിലും കറപ്പനൂട്ടുണ്ടെങ്കിൽ ഈ കൊടി എഴുന്നള്ളിച്ചു കൊണ്ടുപോവുക പതിവാണ്. അയിരൂർ മണൽപ്പുറത്തു വച്ച് നടത്തിയ കറുപ്പനൂട്ടിന് എഴുന്നള്ളിച്ചു കൊണ്ടുപോയിരുന്ന കൊടി ഇത് തന്നെയായിരുന്നു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ രീതിയെക്കുറിച്ചുകൂടി സ്വൽപ്പം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയുന്നത് അനുചിതമായി വരികയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ആണ്ടുതോറും ധനുമാസം 1-ാം തീയതി മുതൽ 10 ദിവസത്തെ ഉത്സവമാണ് പതിവ്. 3-ാം ഉത്സവം മുതൽ ചെറിയ തേരിൻ്റെ ആകൃതിയിൽ കെട്ടിയുണ്ടാക്കുന്ന ഒരു വാഹനത്തിലാണ് രാത്രിയിലെ എഴുന്നള്ളത്ത്. അയ്യപ്പസ്വാമിയുടെ ഒരു സ്വർണ്ണ വിഗ്രഹം ആ വാഹനത്തിൽ എഴുന്നള്ളിച്ചു വച്ച് തേർ വീതിയിൽ കൂടി പ്രദക്ഷിണമായി എടുത്തും കൊണ്ട് നടന്നാണ് എഴുന്നള്ളിക്കുന്നത്. ആ എഴുന്നള്ളത്തിന് മണികണ്ഠമുത്തയ്യസ്വാമിയുടെ എഴുന്നള്ളത്ത് എന്നാണ് അവിടങ്ങളിലുള്ളവർ പറയണത്. വിഗ്രഹം എഴുന്നള്ളിക്കുമ്പോൾ മണിക്കാരൻ, അതായത് പാർവത്യക്കാരൻ, ഒരു സ്വർണവാളുമെടുത്ത് എഴുന്നള്ളത്തിന് മുമ്പിൽ നിൽക്കും. വാഹനത്തിൽ എഴുന്നള്ളിച്ച് വെച്ചാലുടനെ ഒരു ബ്രാഹ്മണൻ വന്ന് സ്വാമിയുടെ മുമ്പിൽ ഒരു തേങ്ങ എറിയും. അത് കഴിഞ്ഞാലുടനെ ചില ബ്രാഹ്മണർ വന്ന് വാഹനമെടുത്ത് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. എഴുന്നള്ളത്തിന് പാണ്ഡ്യവാദ്യം, നാഗവാദ്യം, പഞ്ചവാദ്യം മുതലായവയൊക്കെ ഉണ്ടായിരിക്കും. എഴുന്നള്ളത്ത് ആരംഭിക്കുമ്പോഴേക്കും കറുപ്പസ്വാമിയുടെ പൂശാരി ഉടുത്തുകെട്ടി ഉത്തരീയവുമിട്ട് തലയിൽ കെട്ടും കെട്ടി അരിവാൾ, വേൽ, കപ്പര മുതലായവ എടുത്തുകൊണ്ട് എഴുന്നള്ളത്തിൻ്റെ മുമ്പേ നടക്കും. എഴുന്നള്ളത്ത് പടിഞ്ഞാറേ ഗോപുരത്തിന് പടിഞ്ഞാറ് വശത്താകുമ്പോൾ അവിടെ നിൽക്കും. അപ്പോൾ നാഗസ്വര വായന ഒന്ന് വിസ്തരിക്കും. ആ സമയം കറുപ്പസ്വാമി എന്നുവെച്ചാൽ ആ പൂശാരി തുള്ളും. തുള്ളിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കൂടി കുറച്ചു നേരം ഓടി നടന്നിട്ട് അമ്മനെ തൊഴുത് ഗണപതി പ്രതിഷ്ഠയുള്ളതായി അവിടെ സമീപത്ത് നിൽക്കുന്ന പ്ലാവിന് പ്രദക്ഷിണമായി തന്ത്രിയുടെ അടുക്കൽ ചെന്ന് വീഴും. അപ്പോൾ തന്ത്രി കുറേ ഭസ്മമെടുത്ത് ശിരസിലിടും. ഉടനെ കലിയടങ്ങും. പിന്നെ മുറയ്ക്ക് പ്രദക്ഷിണായി എഴുന്നള്ളിച്ചു കൊണ്ടുപോയി അകത്തെഴുന്നള്ളിക്കും. അങ്ങനെ 8-ാം ഉത്സവം വരെ ഈ വിധത്തിലും രാത്രിയിലുമാണ് എഴുന്നള്ളത്ത്. 9-ാം ഉത്സവ ദിവസം പകൽ ഉച്ചശീവേലി കഴിഞ്ഞാലുടനെയാണ് എഴുന്നള്ളത്ത്. അന്ന് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ തേരിലാണ് മണികണ്ഠമുത്തയ്യസ്വാമിയുടെ എഴുന്നള്ളത്ത്. ഈ തേരലങ്കരിക്കുന്നത് കാനൽ തെങ്ങ്, കാനൽക്കമുകു മുതലായി കാട്ടിലുണ്ടാകുന്ന വൃക്ഷങ്ങളിൽ നിന്നും മറ്റും എടുക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ്. ആ അലങ്കാരം ഏറ്റവും മനോഹരായിരിക്കും. തേര് വലിച്ചുകൊണ്ട് പോകുന്നതിന് കെട്ടുന്നത് വടത്തിനു പകരം വലിയ ചൂരലാണ്. എല്ലാം കാട്ടുസാമാനങ്ങളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഈ വക കാട്ടുസാമാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് പളിയർ എന്നൊരു ജാതിക്കാരാണ്. ഇതിലേക്ക് അവർക്ക് ദേവസ്വത്തിൽ നിന്ന് ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തേരിൽ സ്വാമിയെ എഴുന്നള്ളിച്ചിരുത്തിയാലുടനെ കറുപ്പസ്വാമിയുടെ പൂശാരി ഉടുത്തുകെട്ടിച്ചമഞ്ഞു വന്ന് തേർത്തണ്ടിന്മേൽ ഒരു തേങ്ങ എറിയണം. ഇത് കഴിഞ്ഞാലുടനെ സ്ഥലം തഹസീൽദാർ മുതലായ ഉദ്യോഗസ്ഥന്മാർ, മേൽശാന്തിക്കാർ, സമൂഹക്കാർ, മണിക്കാരൻ മുതലായവരും ഓരോ തേങ്ങ എറിയണം. ഇതും കഴിഞ്ഞാലൊരു കർപ്പൂര ആരാധനയുണ്ട്. അതു കഴിഞ്ഞാൽ ആദ്യം ചൂരലിന്മേൽ കറുപ്പസ്വാമി പിടിച്ചാലുടനെ തഹസീൽദാർ മുതലായ ഉദ്യോഗസ്ഥന്മാരും സമൂഹക്കാർ മുതലായി അവിടെ കൂടിയിട്ടുള്ള ബ്രാഹ്മണരും എന്നുവേണ്ട സകലരും ചൂരലിന്മേൽ പിടിക്കണം. എല്ലാവരും കൂടി പിടിച്ചു വലിച്ച് തേര് പടിഞ്ഞാറേ തേർവീതിയുടെ തെക്കേ അറ്റത്ത് വരുമ്പോഴേക്കും കറുപ്പസ്വാമി തുള്ളിത്തുടങ്ങും. തേര് അവിടെ 1 മണിക്കൂറോളം നിർത്തും.
അപ്പോൾ പാണ്ഡിവാദ്യം, നാഗസ്വരം, പഞ്ചവാദ്യങ്ങൾ, ചെണ്ട മുതലായവയും ആർപ്പും കുരവയും ശരണം വിളിയുമെല്ലാം പൊടി പൊടിക്കും. ആകപ്പാടെയുള്ള കോലാഹലം കൊണ്ട് ആ സമയത്ത് ഭൂലോകം കുലുങ്ങുന്നുണ്ടോ എന്ന് തോന്നും. അപ്പോൾ അവിടെ തുള്ളാത്തവരായിട്ട് അധികാരം കാണില്ല. അപ്പോഴത്തെ കോലാഹലം തുള്ളാത്തവരെയും തുള്ളിക്കുന്നതാണ്. കറുപ്പസ്വാമിയുടെ തുള്ളലും അട്ടഹാസവും അപ്പോൾ കലശിലാകും. അപ്പോ ചേപ്പാറമുണ്ടൻ, ചെപ്പാണിമാടൻ, കാളമാടൻ, അമ്മൻ കോവിലെ അമ്മൻ എന്നിവരും തുള്ളി എഴുന്നള്ളത്തിൻ്റെ സമീപത്ത് വന്നു ചേരും. ആ സമയത്ത് കൊച്ചിട്ടാണൻ തുള്ളി കിഴക്കേ ഗോപുരത്തെങ്കിലെത്തി തുള്ളൽ പൊടി പൊടിക്കും. ഈ തുള്ളലുകളിൽ വിശ്വാസമില്ലാത്തവരായ ചിലർ പല വിധത്തിൽ പരീക്ഷിച്ചു നോക്കിയും അവരൊക്കെ അനേക വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഒടുക്കം വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വിശേഷാലുള്ള പ്രധാന സംഗതികൾ ഇത്രമാത്രമാണ്. ഇനി ചില ചില്ലറ സംഗതികൾ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇശി നീണ്ടുപോയതുകൊണ്ട് അവയെക്കുറിച്ച് ഇനി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കണം എന്നെനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് അച്ചൻകോവിൽ ശാസ്താവും പരിവാരമൂർത്തികളും എന്നുള്ള ഈ ചെറിയ ഒരു ഐതിഹ്യ കഥ ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുന്നു. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി,